പിന്നെ നിലവിലെ ഡ്രസ്സ്, മരിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഡ്രസ്സ് എന്ത് ചെയ്യണം, എന്തായിരുന്നാലും പൂർണ്ണമായിട്ട് മാറ്റണം. ഈ മാറ്റുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം വേറെ തുണി ഇങ്ങനെ മൂടി പിടിച്ചിട്ട്, മരിച്ചു കഴിഞ്ഞാൽ, മരിച്ച ജീവിതകാലത്തിനെ പറ്റില്ലല്ലോ, അത് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരാളെ അവർക്ക് കാണാനോ നോക്കാനോ പാടില്ല. മരിച്ച പ്രത്യേകിച്ചും നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് ഒരിക്കലും കാണാനോ തൊടാനോ പാടില്ല. അത് മയ്യത്ത് പരിപാലനത്തിന്റെ തുടക്കം മുതൽ കുളിപ്പിക്കൽ, കപ്പത്തി എല്ലാ ഘട്ടങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരാൾ മരിച്ചാൽ നമ്മൾ അത് പങ്കെടുത്ത്, നമ്മൾ സ്വന്തം ആളാണെങ്കിലും, സ്വന്തം ബന്ധുവാണ്, വാപ്പയാണ്, പിന്നെ മകനാണ്, അല്ലെങ്കിൽ ഭാര്യയാണ്, ഭർത്താവ്, ഇങ്ങനെ അങ്ങ് ആരാണെങ്കിലും നമ്മൾ സ്വന്തം കൈകൊണ്ട്, നേരെ കൈകൊണ്ട് തൊടുകയോ അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ട് കാണുകയോ ചെയ്യരുത്. അവിടുത്തെ പ്രത്യേകിച്ച് ശരി മൊത്തത്തിലേ ഉണ്ട് പറയുന്നതാണ് ശരിക്ക്. ഇല്ലെങ്കിൽ ഇത് ചുരുങ്ങിയത് അവിടുത്തെ ഭാഗങ്ങൾ കാണാൻ പാടില്ല. അപ്പോൾ ആ വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് മാറ്റുന്ന സമയത്ത് ആദ്യം തുണി ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് മൂടിയിട്ടിട്ട് അത് നല്ല നല്ല ഇപ്പോൾ 2-3 നാൾ കൂടിയിട്ട് ചെയ്യാം. അങ്ങനെ ആ ഡ്രസ്സൊക്കെ മാറി തിരിച്ച് പൂർണ്ണമായിട്ട് ആ നിലവിലുണ്ടായ ഡ്രസ്സ് മുഴുവൻ മാറും. ആ മാറുന്ന സമയത്ത് ചിലപ്പോൾ ചില ആളുകൾ എന്തായിട്ടുണ്ടാവും, മരണവേദനയിൽ മൂത്രമോ ഭക്ഷണമോ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്, ഉണ്ടായിട്ടുണ്ടാവും. അതുണ്ടെങ്കിൽ അപ്പം തന്നെ അവിടെ എന്ത് ചെയ്യണം, അത് മാത്രം വൃത്തിയാക്കി മാത്രം കുളിപ്പിക്കല്ല, അത് മാത്രം ഒഴിവാക്കിയിട്ട് വൃത്തി കൊടുക്കണം. അത് വൃത്തിയാക്കി കൊടുക്കണം. മാത്രം വൃത്തിയാക്കി കൊടുത്തിട്ട് പിന്നെ അത് ചെയ്ത് പിന്നെ അവർക്ക് കടത്തിന് സ്ഥലം ഉണ്ടല്ലോ, അത് നമ്മൾ മാറ്റി എന്ത് ചെയ്യണം, ഒരു കട്ടിൽ അഥവാ അതൊന്നുമില്ലാത്ത ഒരു പടി കട്ടിൽ പോലത്തെ സ്ഥലം തന്നെ ഇതുപോലെ നമ്മൾ കൊണ്ടുപോയി കടത്തണം. ആ കടത്തുന്ന സമയത്താണ് ഈ പറഞ്ഞ രീതിയിൽ ഇങ്ങനെ കടത്താറുണ്ട്. അങ്ങനെ കടത്തുന്ന ആ തുണി ഉണ്ടല്ലോ അത് മൊത്തം മൂടിയിടുക. ഇവിടെ ഉണ്ടെങ്കിൽ കട്ടി കുറവുണ്ടെങ്കിൽ ഇവിടെ മടക്കിയിടാത്തുള്ളൂ. ഇങ്ങനെ ഒറ്റ തുണി മൂടിയേ വേണ്ടുള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. അത്രയനുസരിച്ച് ചെയ്യേണ്ടതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ നമ്മൾ കടത്തി. പിന്നെ കാണുന്ന വിഷയത്തിലും അതേമാതിരി തന്നെ ഈ മയ്യത്ത് കാണുന്ന വിഷയത്തിൽ വലിയൊരു സംഭവമായിട്ടാണ് ആൾക്കാർ കാണുന്നത്. അത് നാടന്മാരുടെ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. നമ്മളവിടെയൊക്കെ നമ്മൾ ക്ലാസ്സിൽ കുറേ മാറ്റം നോക്കും, ഞങ്ങൾ മഹലിൽ മാറ്റം നോക്കും. ഇതിപ്പോൾ ഈ അമ്മായി മരിച്ച മഹലുണ്ടല്ലോ, തിരുവാതിര മഹല്, സുബ്ഹാനല്ലാ, അവിടെ എനിക്ക് യാതൊരു ബോധമില്ല. എല്ലാ ചാത്തിനും ബോധനും വന്ന് കാണിച്ചു പ്രശ്നത്തിൽ. കാരണം ഇപ്പോൾ ഇങ്ങനെ ഉണ്ടായിട്ടില്ല, അങ്ങനെ മൈൻഡ് ഇങ്ങനെ വല്ലാതെ കണ്ടപ്പോൾ ഇങ്ങനെ തോന്നി. അല്ലെങ്കിൽ ഇതുപോലെ പള്ളിക്കത്തെ സ്ഥലത്ത് അവിടെ വന്നിട്ട് മുപ്പിൽ പോയി. അപ്പോൾ ആൾക്കാരിങ്ങനെ അല്ലെങ്കിൽ ഓരോട് ഞാൻ പറഞ്ഞു, മുപ്പിൽ പോയിട്ട് വെച്ചാൽ അവരോട് പറഞ്ഞു, ഇപ്പോൾ ഈ കാമിനെ പറ്റി പറയുന്നു ഉപയോഗിച്ചു. അതിലൊരു കുട്ടികളൊക്കെ പറഞ്ഞു, ഇവിടെ അങ്ങനെ അപാക പ്രശ്നമാണ് പോലെ ഈ അമ്മാൻ്റെ മരോടാതെ വെച്ചു. അപ്പോൾ ഇമ്മ വെച്ചാൽ തന്നെ വലിയ പ്രശ്നമായി. ആ ആൾക്കാർ ഇപ്പോൾ നമ്മുടെ കയ്യിൽ വരുന്നതിനല്ല ഇതാണ് ആ കാരണത്താല് മൈറ്റ് കാലത്തിൽ ആ കാരണത്താൽ ആ പെരിക്കല വരില്ല, തെറ്റിയും ഇതാ മനസ്സിലാക്കാറ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും അറിയാത്തതുകൊണ്ടാണ്. അത് നമ്മൾ പിന്നെ ഒറ്റടിക്കാണ് തടയേണ്ട. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് എന്ത് ചെയ്യണം, ഒറ്റടിക്ക് തടയേണ്ട. നമ്മളിങ്ങനെ പറഞ്ഞെടുത്ത് തെറ്റിമാറ്റിയതിന് കാര്യത്തിൻ്റെ മഹത്വം അതുപോലെ മഹത്വമില്ല എന്ന് പറഞ്ഞിട്ട് അതൊരാളെ മരിച്ച ആളെ മുഖം കാണുന്ന ഒരു മഹത്വമല്ല, ഒരു മഹത്വം പുണ്യമല്ല. കാണാതിരിക്കലാണ് ശരിക്കും നല്ലത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആളെ കുറിച്ച് നമുക്ക് ജീവിതകാലത്ത് ആളെ കണ്ടൊരു ധാരണ ഉണ്ടാവും, അത് സന്തോഷം നല്ല പുറകെ. ചിലപ്പോൾ മരിച്ചപ്പോൾ രോഗിയായിട്ടോ അല്ലെങ്കിൽ ചില പ്രയാസങ്ങളോടെ പലതും വരുമല്ലോ, പല കോലത്തിലൊക്കെ ആവാൻ സാധ്യത ഒക്കെ. അപ്പോൾ ആ സമയത്താണ് ഈ എന്തെങ്കിലും ചിന്ത അവൻ മനസ്സിൽ വന്നാൽ പോയി കാര്യം. അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. ഇങ്ങനെ ചിന്ത വരാനേ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, അവൻ വരും. ചിലക്കാണല്ലോ മരിച്ചോണ്ട് പോയാൽ ഇങ്ങനെ അഭിപ്രായം വരും മറ്റുള്ള പറ്റി, ഇവനെങ്ങനെയൊക്കെയാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഒരിക്കലും നമ്മൾ പറയരുത്. അപ്പൊ ആക്കിപത്ത് ആരതാണ് എങ്ങനെ നന്നാവും അവസാനിക്കുന്നത് അള്ളാഹു ആയാലും നമുക്കറിയില്ല. എല്ലാവരും നന്നായി തരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കല്ലാതെ നമുക്ക് രക്ഷയില്ല. നമ്മളത് അവസാനം എന്ത് ചെയ്താലും നമ്മളെ പല്ല് കൂട്ടിയിട്ടാണോ തുള്ളി കൂട്ടിയിട്ടാണോ കണ്ണിതാക്കിയിട്ടാണോ അല്ലെങ്കിൽ മുഖം വെളുത്തായിരിക്കോ കറുത്തായിരിക്കോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ അഥവാ കണ്ടാലും ഒരിക്കലും പറയും ചെയ്യരുത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ. പക്ഷെ ചില ആൾക്കാർ ഇങ്ങനെ അഭിപ്രായം പറയും, എന്നാലും മരിച്ചാൽ ആള് അങ്ങനെയാണ്, അപ്പൊ ശരിയെ പോലെ തന്നെ ഇപ്പൊ കണ്ടത് എന്നൊക്കെ പറയാൻ പാടില്ല. ബീച്ചിനെ കൊലപ്പ കാണാനൊക്കെ ഒരിക്കലും. അപ്പൊ അതിനെ ഏറ്റവും നല്ല കാണാതിരുന്ന അത്രയും വിഷയം വരില്ലല്ലോ. അപ്പൊ കാണലൊരു പുണ്യമല്ലാതെ നമ്മൾ മനസ്സിലാക്കുകയും മറ്റുള്ളവരുടെ ഇടയിൽ അത് പ്രചരിപ്പിക്കുകയും ചെയ്യണം. പിന്നെ കാണുന്ന എന്തിനാ വെച്ചാൽ നമ്മളിങ്ങനെ ജീവിതകാലത്ത് കണ്ടൊരാളാണല്ലോ, അപ്പൊ ലാസ്റ്റ് കാണാൻ അത്രേ ഉള്ളൂ. അതിലൊക്കെ വലിയ പ്രാധാന്യം പുണ്യമൊന്നുമില്ല, ഓർക്കില്ല നമുക്കില്ല. നമ്മളൊരു സ്വാഭാവികം എന്ന രീതിയിലൊരു കാഴ്ച. പിന്നെ ബന്ധുക്കളാവുമ്പോൾ കുടുംബക്കാരൊക്കെ ആവുമ്പോൾ നമുക്ക് എന്താ എൻ്റെ ഒറ്റവര് അവസാനം ഞാൻ കാണുന്നത് നമുക്ക് വലിയ പ്രാധാന്യം തന്നെയാണ്. നമുക്ക് കാണാനും കാണുന്നത് ഓക്കെ. അപ്പൊ കാഴ്ചയുടെ വിഷയത്തിൽ വിഷയം നമ്മൾ പൊതുവെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അന്യ സ്ത്രീ പുരുഷന്മാര് ജീവിതകാലത്ത് അന്യ സ്ത്രീ പുരുഷന്മാർ കാണൽ അനുവദിക്കപ്പെട്ടവരെ മരിച്ചതും പറ്റുള്ളൂ. പക്ഷെ മരിച്ചാൽ പ്രത്യേകിച്ചും എന്ത് ചെയ്യണം, നമ്മൾ കാഴ്ചയിൽ ആ കാര്യത്തിൽ കണിശത പുലർത്തണം. അത് നമ്മൾ സ്വയം ശ്രദ്ധിക്കുക. എനിക്ക് കാണാൻ പറ്റും മയ്യത്താണോ അത് ഒരു അന്യ പെണ്ണ് മരിച്ചു, നമ്മളെ അയൽവാസി നമ്മൾ കണ്ടുകൊണ്ടേയിരുന്ന പെണ്ണാണ്, എന്നാലും നമ്മൾ കാണാൻ പറ്റുമോ? ചിലപ്പോൾ ഞാൻ കാണാതിരിക്കുക, ഇതുവരെ കണ്ടത് മതി, അത്രയേ ഉള്ളൂ. അങ്ങനെ ചിന്തിച്ചാൽ മതി.
അങ്ങനെ നമ്മൾ സ്വയം തയ്യാറാകുമ്പോൾ മറ്റുള്ളവരൊക്കെ അതെന്താവും ഏറ്റെടുക്കുകയും തയ്യാറാവുകയും ചെയ്യും. അപ്പോൾ കാണൽ വലിയ പ്രാധാന്യത്തില്ല, കാണിച്ചു കൊടുക്കുന്നത് കാണിച്ചു കൊടുക്കാണ്ട എന്നല്ല പറഞ്ഞത് കാണാം. അപ്പൊ ഈ അതിപ്പോ ഈ ചില ആൾക്കാരെ കുട്ടിന് മുമ്പ് കാണാം, കുട്ടിന് മുമ്പ് ശേഷം പോലെ തന്നെ കാഴ്ചയിലിട്ട് കാര്യം പ്രത്യേക നിയമമൊന്നുമില്ല അല്ലേ? പ്രത്യേക നിയമങ്ങൾ കുട്ടിന് മുമ്പ് ശേഷം അതായത് നമ്മുടെ അയലോകത്ത് മറ്റു മനസ്സിലായി. പക്ഷെ അന്യ മതത്തിൽപ്പെട്ട സ്ത്രീകള് സ്ത്രീകൾക്കാണ് സ്ത്രീകൾക്കാണ് പുരുഷന്മാർക്കാണ് അയലോകത്ത് മരിച്ചിട്ടുള്ളത് നമ്മളെ കോമാണെങ്കിലും മറ്റു കോമാണെങ്കിലും തടയാതിരിക്കുക. അതായത് അവരുടെ മസ്ലഹത്ത് അനുസരിച്ച് ചെയ്യാം. അതായത് എന്ത് ചെയ്യണ്ട, അതിനൊരു മയ്യത്ത് കുറ്റക്കാരനല്ല, അതുകൊണ്ടൊരു പ്രശ്നമല്ല, മയ്യത്തിന് ഉത്തരവാദിയല്ല, നമ്മൾ ജീവിതങ്ങളുള്ളത്. അപ്പൊ അതിനൊരു മസ്ലഹത്ത് നോക്കിയിട്ട് അവിടുത്തെ നാട്ടിലത്തെ മസ്ലഹത്ത് അയൽവാസിന്റെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ അതനുസരിച്ച് ചെയ്യാനും അല്ലാതെ എന്ത് ചെയ്യണ്ട, സൃഷ്ടി നമ്മൾ കാണിക്കാതിരുന്നാൽ മതി. ആ വിഷയത്തിൽ നമ്മൾ സ്വയം ആ വിഷയത്തിൽ നമ്മളെ അറിവും അനുസരിച്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഈ രീതിയിലൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ ഇങ്ങനെ കടത്തി മരിച്ചു ഒരാളെ പിന്നെ മരണശേഷം ൊക്കെ അതവിടുത്തെ നമ്മൾ ഇതുപോലെ ചെയ്യാം. പിന്നെ മരണം കഴിഞ്ഞാൽ മരിച്ചു എന്ന് ഉറപ്പായാൽ ആദ്യം ചെയ്യണ കുറെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞത്, രണ്ട് ചിമ്പലും താടി കെട്ടൽ, ഈ പറഞ്ഞ അറപ്പും പിന്നെ കളിപ്പുകളൊക്കെ റെഡിയാക്കാനുള്ളത്. ഇത് ചെയ്തിങ്ങനെ കടത്തി കഴിഞ്ഞാൽ പിന്നെ ഉടനെ ചെയ്യേണ്ട സംഗതി കുളിപ്പിക്കലാണ്. ഒരാൾ മരിച്ചാൽ ആദ്യം കുളിപ്പിക്കലാണ് പ്രധാനം. പിന്നെ അതിൽ വലിയ വിഷയം എന്താ വെച്ചാൽ കുളിപ്പിക്കുമ്പോൾ ഉടനെ ചെയ്താൽ ഉണ്ടാകുന്ന പ്രശ്നം, ചെയ്തില്ലെങ്കിൽ വിഷയം അതൊക്കെ നോക്കിയിട്ട് ചെയ്യാം. ചില മരിച്ച ആളുകള് ചിലപ്പോൾ പെട്ടെന്ന് മരണപ്പെട്ടതോ അല്ലെങ്കിൽ അപകടത്തിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലെ ചിലപ്പോൾ നേരത്തെ കുളിപ്പിച്ച് പിന്നെ നമുക്ക് ആ കളക്കിറങ്ങി ചെയ്ത് കഴിഞ്ഞാൽ രക്തം വരിക അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരിക അങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഫ്രീസറോ മറ്റൊന്നും സൂക്ഷിച്ച് വെക്കാൻ സൗകര്യമൊന്നുമില്ലെങ്കിൽ അങ്ങനത്തെ ചിന്തിക്കൽ തന്നെയാണ്. അതായത് ഇതിനെക്കുറിച്ച് ചിന്തിക്കൽ തന്നെയാണ് നല്ലത്. അതൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഏറ്റവും നല്ലത് മരിച്ച ഒരാളെ എളുപ്പം ശുദ്ധീകരിക്കാന്നതാണ്, കുളിപ്പിക്കാന്നല്ലാണ് ഏറ്റവും നല്ലത്. ആദ്യം കുളിപ്പിച്ച് റെഡിയാക്കി കിടക്കുക, പിന്നെ എന്തെങ്കിലും പ്രാർത്ഥിക്കാൻ എന്തും ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ മരണശേഷം ചെയ്യേണ്ട ആദ്യത്തെ കർമ്മം എന്ന് പറയുന്നത് ഈ സംഗതികൾ കഴിഞ്ഞാൽ കുളിപ്പിക്കണം. കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത്, ചെയ്യേണ്ടത്. കുളിപ്പിക്കാൻ ആദ്യം നമ്മൾ ജീവിതകാലത്ത് ഈ ആള് പിന്നെ എങ്ങനെയാണോ കുളിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതായത് വെള്ളം ഉപയോഗിക്കുന്ന വിഷയത്തിൽ ഏറ്റവും നല്ലത് പറഞ്ഞിട്ടുള്ളത് കഠിനമായ തണുപ്പോ അല്ലെങ്കിൽ രോഗിയായി കിടന്ന് കുറെ പ്രയാസങ്ങളോ അങ്ങനെ ചൂടോട് ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് ചൂടോട് ഉപയോഗിക്കേണ്ടത്. അല്ലാത്ത ഘട്ടത്തിലൊക്കെ ഏറ്റവും അഫ്ദല് തണുത്ത വെള്ളം. ഉപ്പുവെള്ളം കടലിലോ മറ്റോ ഉപ്പുവെള്ളം പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ഉത്തമമായതല്ല, കടലിൽ നിന്ന് കിട്ടുമല്ലോ, അല്ലാതെ ഉപ്പ് കലക്കി വെള്ളം കിട്ടും. കടലിൽ നിന്ന് സമുദ്രത്തിൽ നിന്ന് ഉപ്പുവെള്ളം കിട്ടുകയാണെങ്കിൽ അത് ഉപ്പുവെള്ളം പറഞ്ഞിട്ടുണ്ട് ചുറ്റിലൊക്കെ. പക്ഷെ നമ്മുടെ നാട്ടിലതൊന്നുമില്ല. സാധാരണഗതിയിൽ തണുത്ത വെള്ളം, അതായത് സാധാ പച്ചവെള്ളം, തണുത്ത വെള്ളം കൊണ്ടാണ് കുളിപ്പിക്കാൻ ഏറ്റവും നല്ലത്. എപ്പം ഒഴികെ ഈ രോഗിയായി കിടന്ന് കുറെ കടന്നു കൊണ്ട് കുളിപ്പിക്കൊന്നും ചെയ്യാതെ അങ്ങനെ പറ്റാത്തൊരവസ്ഥയിൽ കടന്നു രോഗിയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, ചെറിയ ചൂട് വെള്ളം ഉപയോഗിച്ചിട്ട് കുളിപ്പിക്കണം. അതായത് ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ നേരത്തേതായി എന്തെങ്കിലും അഴുക്കൊക്കെ നീങ്ങാൻ വേണ്ടിയിട്ട്. മറ്റൊന്ന് നല്ല തണുത്ത കാലാവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ, അങ്ങനെയാണ് കുടിക്കുന്ന കണക്ക് അങ്ങനെ സങ്കല്പിക്കുക. അങ്ങനെ തണുത്ത കാലാവസ്ഥയാണെങ്കിലും അവിടെ ചെറിയ നല്ല തണുത്ത കാലത്ത് നമ്മൾ ജീവിച്ചാല് തണുത്തളം കുടിച്ചില്ലല്ലോ, അപ്പോൾ ചുടുവെള്ളം ഉപയോഗിക്കൽ ഇതുണ്ട്, അനുവദനീയാണ്, നല്ലതാണ് മാത്രം. അല്ലാത്ത ഘട്ടങ്ങളിലൊക്കെ ഏറ്റവും നല്ല എന്താണ് സാധാ വെള്ളം, തണുത്ത വെള്ളം. അപ്പൊ ആ കുളിപ്പിക്കേണ്ട വെള്ളം നമ്മൾ ആദ്യം കുളിപ്പിക്കാനുള്ള ഒരു സ്ഥലം തയ്യാർ ചെയ്ത് ആ സ്ഥലത്ത് വെള്ളമൊക്കെ റെഡിയാക്കുക. കുളിപ്പിക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാല് പഴയ കാലത്തൊക്കെ നമുക്ക് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു, മറ കെട്ടിയിട്ട് 4 ഭാഗവും മേൽഭാഗവും മറഞ്ഞ ഒരു സ്ഥലം എന്നാ പറയുന്നത്. അപ്പൊ അത് ഇപ്പൊ നമ്മളിപ്പോ വീടുകളൊക്കെ റൂം സൗകര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ട്. പഴയ കാലത്ത് ഞാൻ കണ്ടിട്ട് ചെറുപ്പത്തിലാണ് ഓർമ്മ, നമുക്ക് ചെറിയ വീടൊക്കെ കാലത്ത് മരിച്ചു കഴിഞ്ഞാല് പുറത്തുനിന്ന് ഈ പായൊക്കെ കെട്ടിട്ട് നമ്മളെ കൈവല പായൊക്കെ കെട്ടി മേലമാന്റെ തുണിയൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചാൽ അങ്ങനെ. ഇപ്പൊ അങ്ങനത്തെ ഒന്നുമില്ല, നമ്മളെ വീടുകളൊക്കെ സൗകര്യങ്ങളുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു വിഷയം എന്ന് വെച്ചാല് കുളിപ്പിക്കുമ്പോ ഈ പറഞ്ഞ രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ കിട്ടും, പിന്നെ വെള്ളമൊക്കെ റെഡിയാക്കി വെക്കാം. ഇപ്പൊ നമ്മൾ കുളിപ്പിക്കാനൊരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, ആ സ്റ്റാൻഡിന് കൊടുത്ത് കുളിപ്പിക്കുമ്പോൾ ഒരു ചെറിയൊരു വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാത്തൊരു സംഗതി ഉണ്ട്. അതായത് നമ്മൾ പറഞ്ഞ രീതിയിൽ വെള്ളങ്ങളൊക്കെ തയ്യാർ ചെയ്ത് കുളിപ്പിക്കാൻ വേണ്ടി മയ്യത്തിനെ കുളിപ്പിക്കുന്ന സ്ഥലത്തേക്ക് ഇറക്കി അവിടെ കുളിപ്പിക്കാൻ പ്രവേശിക്കേണ്ട ശരിക്കും 3 ആളെ വേണ്ടുള്ളതാണ്. ഒന്ന് കുളിപ്പിക്കുന്ന ആള്, മറ്റൊന്ന് സഹായി, മറ്റൊന്ന് നേതൃത്വം കൊടുക്കാനുള്ള ഒരാള്. ഇങ്ങനെയാണ് ശരിക്കും വേണ്ടതുള്ളൂ. ഇനി കൂടിയാൽ 3-4 ആളൊക്കെ ആവാം. അതിങ്ങനെ മയ്യത്തിന്റെ ഇതിനനുസരിച്ച്, അതായത് ചില ആൾ നല്ല തടി ആരോഗ്യത്തിലുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നങ്ങോട്ടും കൂടെ ചേച്ചിന് ഒരാളൊന്നും കഴിയില്ല.
പ്രത്യേകിച്ച് ഒരാൾ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞില്ല, എല്ലാവർക്കും കഴിഞ്ഞു. പിന്നെ ഒരു ഭാരമല്ലേ, അപ്പൊ ഭാരമുള്ള ഒരാള് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒന്നോ രണ്ടാളെ കൂട്ടുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ സാധാരണഗതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനാസ കുറിപ്പിച്ച് നമ്മൾ കേട്ടില്ല, 3 ആളുകളാണ്. ഫദ്ൽ അബ്ബാസ് പിന്നെ എന്തായാലും 3 ആളുകൾ 3 സ്വഹാബത്താണ് കൂടിയത്. 3 ആളുകൾ ആ കുറിപ്പിച്ചത്. അവര് പിന്നെ ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തത്, അതൊരു അലിയാണ് കുറിപ്പിക്കുന്ന കർമ്മങ്ങളൊക്കെ ചെയ്തത്. ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അലിയുള്ള നിർദ്ദേശങ്ങളെ കൊടുത്ത് സഹായിച്ചിരുന്നു. മറ്റേ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കാനും അങ്ങനത്തെ. അപ്പൊ 3 ആളെ ശരിക്കും ആട്ടുള്ളൂ. സാധാരണ ഒരു ആളാണെങ്കിൽ ഇനി അതിൽ കൂടിയാൽ 3, 4, 5 ആളൊക്കെ 4 ആളൊക്കെ പറ്റും. അതെപ്പോ മാത്രം മയ്യത്ത് കുറച്ച് കനം ഭാരമുള്ള ആളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചും ആളുകളാണ് പ്രയാസപ്പെടുത്താൻ പറ്റുമല്ലോ. അപ്പൊ ഈ ശ്രദ്ധിക്കേണ്ടത് ഈ രീതിയിലുള്ള വെള്ളങ്ങളൊക്കെ ആദ്യം തയ്യാർ ചെയ്ത് പിന്നെ പാത്രങ്ങളൊക്കെ റെഡിയാക്കി വെള്ളങ്ങളൊക്കെ കൊണ്ടുവന്നിച്ച് മയ്യത്തിനവിടെ കൊണ്ടുപോയി കലർത്തി കുളിപ്പിക്കാൻ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തതുപോലെ തന്നെ ഒരു മരിച്ച ആളുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധു ആണ് ഏറ്റവും അതിന് അർഹതപ്പെട്ട ആളും അവകാശപ്പെട്ട ആളും ചെയ്യേണ്ടത്. അത് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന് കഴിവില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ധൈര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നാട്ടിൽ ചില ആൾക്കാർ അതിന് വേണ്ടി നിർവഹിക്കപ്പെടുകയും ഓരോ അങ്ങനെ പാരമ്പര്യത്തിലൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ മാപ്പ് മരിച്ചാൽ മകൻ അല്ലെങ്കിൽ മകന്റെ മകൻ അങ്ങനെ ആളുകൾ, ഇല്ലെങ്കിൽ ഉമ്മ മരിച്ചാൽ മകള് മകൾ അങ്ങനത്തെ ബന്ധപ്പെട്ട ആളുകൾ. അതുപോലെ തന്നെ പിന്നെ ഇനി ഭാര്യ മരിച്ചു എന്നാൽ ഭർത്താവിന് സ്വന്തമായിട്ട് കുളിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും മറ്റു പെണ്ണുങ്ങൾ സാധനം ഇല്ലാതെ അങ്ങനെ ഭർത്താവിന് ചെയ്യാം. അല്ലെങ്കിൽ അങ്ങനെ വിഷയത്തിനെങ്കിൽ അതേപോലെ തന്നെ ഭർത്താവ് മരിച്ചു, ഭർത്താവ് ഭാര്യനോട് പറഞ്ഞു ഇതിന്റെ ജീവിതാത്യമാണ് എന്നെ കണ്ടുകളും ജീവിതത്തിൽ മാത്രം ചെയ്താൽ മതി. പിന്നെ ഭാര്യയ്ക്ക് ധൈര്യവും കഴിവുണ്ടെങ്കിലേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ചെയ്യാന്നുള്ളൂ. അല്ലാത്ത രീതിയിൽ പുരുഷൻ മരണപ്പെട്ട പുരുഷന്മാരാണ് കുളിപ്പിക്കേണ്ടത്, സ്ത്രീകൾ മരണപ്പെട്ട സ്ത്രീകളാണ് കുളിപ്പിക്കേണ്ടത്. അതിൽ തന്നെ ഏറ്റവും മയ്യത്തുമായി അടുത്ത ബന്ധുക്കളായ ആളുകളാണ് ചെയ്യാൻ ഏറ്റവും അർഹതപ്പെട്ട ആളുകൾ, കടമപ്പെട്ട ആളുകൾ. ഇവർ ശ്രദ്ധിക്കേണ്ടത് മയ്യത്തിനെ കുളിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ വെള്ളം തയ്യാറാക്കുന്നത് ഈ വെള്ളത്തിൽ എന്ത് ചെയ്യണം, ഒരു പാത്രം വെള്ളത്തിൽ മാത്രം ഈ കർപ്പൂരം എന്ന സാധനമുണ്ട്. കർപ്പൂരം നമ്മൾ ഈ ബട്ടൻസ് ഭാഗത്ത് ചെറിയ കർപ്പൂരം, അത് ഒരു പാത്രം വെള്ളത്തിൽ മാത്രമേ അത് കുറച്ച് ഇങ്ങനെ കുടിച്ചാൽ ഇടുന്നുള്ളൂ. അല്ലാതെ മുഴുവൻ വെള്ളത്തിൽ പോകേണ്ട ആവശ്യമില്ല. അവസാനം കുളിക്കേണ്ടത് ആ വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതാണ് അപ്പോൾ ഇന്നത്തെ. അപ്പൊ ആ ഒരു സാധനം ഒരല്പം വെള്ളത്തിൽ നേരത്തെ റെഡിയാക്കി വെക്കുക. ലാസ്റ്റാണ് അത് ഒഴിക്കേണ്ടത്, പക്ഷെ അത് നമ്മൾ നേരത്തെ തയ്യാർ ചെയ്ത് വെക്കാം. പിന്നെ ആ പറയപ്പെട്ട കർപ്പൂരം തന്നെ ഉണ്ടല്ലോ, ആ സാധനം തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, കഫം പൊടിയിലും തന്നെ അതിന് വരും. അപ്പോൾ പിന്നെ ഈ ഇതടക്കമുള്ള വെള്ളങ്ങളൊക്കെ തയ്യാർ ചെയ്ത് പിന്നെ കുറച്ച് ശീല കഷ്ണങ്ങൾ, അതായത് കൈമ ചുറ്റാൻ വെള്ളം ചുറ്റാനൊക്കെ വേണ്ട ശീല കഷ്ണങ്ങൾ ഇതൊക്കെ ആദ്യം തയ്യാർ ചെയ്ത് വെക്കണം. കുളിപ്പിക്കുന്ന സ്ഥലത്ത് സോപ്പ് പോലെ സാധനങ്ങൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ, ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് മയ്യത്ത് കുളിപ്പിക്കാൻ മയ്യത്തിങ്ങനെ കൊണ്ടുപോയി കുളിപ്പിച്ച് കടത്തി കഴിഞ്ഞാൽ ഒരാള്, അതായത് മയ്യത്ത് കുളിപ്പിക്കുന്ന പ്രവർത്തി ചെയ്യുന്ന ഒരാളാണ് എന്ത് മയ്യത്തിനെ ഇങ്ങനെ താങ്ങിയിട്ട്. അതിപ്പോ അതിന് എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുളിപ്പിച്ചതിന്റെ പ്രശ്നം വന്നത് സ്റ്റാൻഡ് ആരാൻ പറ്റില്ല, പഴയത്തിന്റെ പടിയായിരുന്നു. ആ പടിയിലാവുമ്പോൾ എന്ത് പറ്റുമല്ലോ, ഇങ്ങനെ ഇരിക്കുക. ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കുളിപ്പിക്കാൻ ഇരിക്കുന്നത് ഈ മയ്യത്തിൽ ഇങ്ങനെ എടുത്തിട്ട് ഈ വലത് കൈയിനെ വെച്ചിട്ട് ഈ വലത് കൈയിനെ പിന്നെ എന്ത് ചെയ്യണം, പെരടിയിലേക്ക് പെരടി നല്ലപോലെ പോയിട്ട് കുടിച്ച് ഇങ്ങനെ വെച്ച് ഈ കൊത്തുണ്ടല്ലോ ഇങ്ങനെ ചാരിട്ട് വെക്കണം. മുട്ടിൻ്റെ നമ്മൾ മനസ്സിലായി സാധനം ഇങ്ങനെ ഇങ്ങനെ അതാണ് ശരിക്ക് പഴയ രൂപം, പഴയ പഠിപ്പോ ഇപ്പൊ. പക്ഷെ അതില്ല, നമ്മൾ സ്റ്റാൻഡിലാണ്. അപ്പൊ സ്റ്റാൻഡിലാകുമ്പോൾ എന്ത് വിചാരിച്ചാല് നമ്മൾ അതിനോട് ഒരാളോട് കൂടി കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ഈ രീതിയിൽ എന്ത് ചെയ്യണം, കൈ പെരടിയിൽ കുഞ്ഞിന് ശരിക്കും കൈ നല്ല വിരൽ വരണതാണ്. ഈ രൂപത്തിൽ പെരടി ശരിക്കും ഇതാക്കുന്നതിനെ പെരടിയിൽ ഒരു കൈ വെക്കുകയും ഇങ്ങനെ ഇപ്പൊ ഈ ഒറ്റയ്ക്ക് ഒരാൾക്ക് ചിലപ്പോൾ കനല്ലാത്ത ആളാണെങ്കിലും ഒക്കെ മതിയാവും. ചിലപ്പോൾ കുറച്ചൊക്കെ ഇതിലുള്ള ആളാണെങ്കിൽ അപ്പൊ അതിനോട് ഒരാളെന്ന് സാധിക്കും. ഇങ്ങനെ ഇട്ടിട്ട് മയ്യത്തിന് ഇടത് കൈ കൊണ്ട് മയ്യത്തിന് അമർത്തി വീണ്ടും കൊണ്ടേയിരിക്കും. ഈ സമയത്ത് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരാൾ. ഇതിപ്പോ ഈ നമ്മളെ ചെയ്യേണ്ട സംഗീതം ഉണ്ടല്ലോ, ഡ്രസ്സൊക്കെ മാറാൻ പാടില്ല കേട്ടോ. അതായത് തുണിയൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം, അതാണ് ഇതിന് ഒഴിവാക്കാൻ പാടില്ല. ഇത് തടവൽ പുറത്തുനിന്ന് ചെയ്താൽ മതി, അങ്ങനെ ഉള്ളിലാണ് ചെയ്യാം. അവ ഈ കുളിപ്പിക്കണ കറക്കുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടോ പറ്റുകയാണെങ്കിൽ ഒരു കമ്മീസ് പാറ്റിൽ നിന്നാണ്, ഇല്ലെങ്കിൽ ഇങ്ങനെ ആ തുണി ഉണ്ടല്ലോ, ആ തുണി ഒരിക്കലും നീങ്ങി പോകാത്ത രീതിയിൽ ശ്രദ്ധിക്കണം.
ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ സാധാരണ ഗതി ഇങ്ങനെ ചെയ്യാനോ ഇങ്ങനെ കടത്തും. കടത്തിയിട്ട് ആദ്യം വെള്ളം പാലുണ്ട്. അത് മസ്തല കിതാബിലൊന്നും പറഞ്ഞില്ല. സുഖമായിട്ട് നമ്മൾ ചെയ്യാം. അതിനുവേണ്ടി എന്തെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ കുതിരാൻ വേണ്ടി അവരൊക്കെ ഒരു മൂന്നും ഇങ്ങനെ ആ മൂന്നും അടിയിലും ഒരു 3 പ്രാവശ്യം വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കും. ആ ഒഴിച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഇത് ചെയ്യേണ്ടത്. ഈ പറഞ്ഞ രീതിയിൽ ഇവിടെ പറഞ്ഞ ഇതിങ്ങനെ ചെയ്ത് അമർത്തി ആ സമയത്ത് ഇവിടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടിരിക്കണം. അതുപോലെ തന്നെ മയത്തിന്റെ അവിടെ അല്ലെങ്കിൽ പരിസരത്ത് എവിടെയൊക്കെ പിന്നെ നമ്മുടെ സുഗന്ധം, അതായത് കുന്തിരിക്കം പോലത്തതോ അല്ലെങ്കിൽ ഊത് പോലത്തതോ പുകപ്പിക്കണം. വെറും തുണി പുകപ്പിക്കാൻ വേണ്ടി മാത്രമല്ല പറയുന്നത്. ശരിക്കും ഒരു പുക അവിടെ മണം അരിച്ചെന്നത്തിന് നല്ലത്. അങ്ങനെ എന്തെങ്കിലും ഒരു പുക മണം അവിടെ ഉണ്ടായിട്ടുണ്ട്. എന്തിനു വേണ്ടി വെച്ചാൽ അഥവാ മയത്തിന് പുറപ്പെടുമ്പോൾ എന്തെങ്കിലും വാസനകൾ മറ്റുള്ളവർക്ക് എത്താതിരിക്കാൻ വേണ്ടി ദുർഗന്ധവാസനയ്ക്ക് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ ആർക്ക് വരും, ആദ്യം മനസ്സിൽ വരും, അത് വരാതിരിക്കണം. അപ്പോൾ എല്ലാവർക്കും വരാൻ പോണ സംഗതിയാണ്. അപ്പോൾ അങ്ങനെ ദുർഗന്ധവാസന പുറത്തേക്ക് വരാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആസ്വദിക്കാതിരിക്കാൻ വേണ്ടി അവിടെ പുകപ്പിക്കൽ അപ്പത്തിന് അതിന് മുമ്പ് ചെയ്യണം. അത് സാധാരണ നമ്മൾ എന്താ ചെയ്യുക, തുണി പുകപ്പിക്കാൻ വേണ്ടി മാത്രം പുകപ്പിക്കലാണ്. തുണി അതുപോലെ മാത്രമല്ല മുമ്പേ പുകപ്പിക്കൽ തുടങ്ങണമെന്നാണ്. അതിനാണ് ചന്ദനത്തിലോ അല്ലെങ്കിൽ ഊത് പോലത്തെ അങ്ങനെ സാധനങ്ങൾ കിട്ടാണ്ട് അവിടെ. അപ്പോൾ അത് പുകപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് മറ്റൊരു ഭാഗം ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റാളുടെ സഹായി ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ വെച്ച് നല്ല ഏകദേശം ഉറപ്പായി കഴിഞ്ഞാൽ അങ്ങനെ പോയി ഇന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നല്ല കിടത്തിയിട്ട് ഈ ആളെന്ത് ചെയ്യണം, ഒരു ശീല കഷ്ണം എടുത്ത് കഴിയുമ്പോൾ ചുറ്റിയിട്ട് അവസാനം കിട്ടും. നമ്മളത്തെ ശീല കഷ്ണം കിട്ടും. അത് ചുറ്റിയിട്ട് ആദ്യം ഇങ്ങനെ ദ്വാരം വെള്ളം ഒഴിച്ചു കൊടുക്കുക, കഴുകി കൊടുത്തുകൊണ്ടിരിക്കുക. ആ സമയത്തൊക്കെ നിന്റെ ഉള്ളിലൂടെ ചെയ്യാൻ പറ്റുള്ളൂ, കണ്ടുകൊണ്ട് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ മനോഹരം ചെയ്തത് വെള്ളം. അതേപോലെ തന്നെ മറ്റുകളെ സഹായിച്ചുകൊണ്ട് കാലം നല്ല കാര്യം കൊടുത്ത് നമ്മൾ ദ്വാരവും ശരിക്കും ചെയ്യണം. നമ്മൾ സാധാരണ മനോഹരം ചെയ്യുന്ന പോലെ വൃത്തിയായിട്ട് ചെയ്തിട്ട് ഈ കഴുകി കൊടുക്കുന്നത്. അങ്ങനെ കഴുകി വൃത്തിയായി ഉറപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ ശീലപ്രശ്നം ഒഴിവാക്കും. അതിനാ വേറൊന്നും ബ്ലൗസ് ഉപയോഗിക്കാതെ ബ്ലൗസ് ഉപയോഗിക്കാൻ കാരണം ചിലപ്പോൾ എന്താ പറയുക എന്തായാലും വരാൻ സാധ്യതയാണ്. അപ്പൊ അതുകൊണ്ട് വൃത്തിയാവൂലെന്നൊരു ഇതുണ്ട്. അതുകൊണ്ടാണ് അത് ബ്ലൗസ് ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ചെയ്യും. ബ്ലൗസ് കൊണ്ടായാല് അത്രയും വൃത്തിയാണെന്ന് ഉറപ്പുവരുത്തണം നമ്മള്. അതായത് ശുദ്ധീകരിച്ചിട്ട് നെസ്സൊന്നും ഇല്ലാതെ നമുക്ക് ഉറപ്പ് രണ്ടാമത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഏറ്റവും നല്ലതാണ് ശീലകത്തിന് ചുറ്റലാണ്. അപ്പൊ ഇങ്ങനെ സാധാരണ പറഞ്ഞാൽ കിതാബിലൊക്കെ ബ്ലൗസ് ഇങ്ങനെ ശീലകത്തിന് ചുറ്റിയത് അത് നമ്മൾ അത് ഒഴിവാക്കണം. മറ്റൊന്ന് എടുത്തിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, വലത് കൈ ചുറ്റിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ പിന്നെ പല്ല് തേച്ച് കൊടുക്കുക. അങ്ങനെ ആ കഴിയുന്ന രീതിയിൽ ചെയ്താൽ മതി. അതിപ്പം ഒരുപാട് ഇങ്ങനെ ആ തൊള്ള അകത്ത് ചെയ്യുന്നു വേണ്ട. അവർ സുന്നത്ത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അറിയോ, സുന്നത്ത് കരുതണം. സുന്നത്തിന് സ്വാഗതം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സുന്നത്തിന് ശീലത്തിന് ചെയ്യാൻ മതിയല്ലോ. സ്വാഗതം സുന്നത്തിനെ ചെയ്ത് കൊടുക്കും നമ്മൾ കരുതിയാൽ കൂലിയിട്ടാൻ വേണ്ടിയിട്ട് നല്ല ചെയ്തു. അങ്ങനെ എന്ത് ചെയ്യണം, വായ കഴുകി കൊടുക്കണം. അപ്പോൾ വെള്ളം ഉള്ളിൽ ഓവറായിട്ട് കിടക്കാത്ത രീതിയിൽ ഒക്കെ അതിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് ആളുടെ ഇതിനനുസരിച്ച് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ ചെയ്തു ആ ശീലകൃഷ്ണ ഒഴിവാക്കും. ഇനി വേറൊന്നും എടുക്കും, വേറെ ശീലകൃഷ്ണ എത്തി ഇതിൻ്റെ അതൊക്കെ വൃത്തിയാക്കിയിട്ട് കഴിയുന്ന നമ്മളെന്തെങ്കിലും ഒരു വട്ടം ചെയ്ത് വെള്ളം വെച്ച് കൊടുക്കണം, വീണ്ടും ചെയ്യണം. അങ്ങനെ രണ്ട് വൃത്തിയായി കഴിഞ്ഞാൽ ആ ശീലകൃഷ്ണ ഒഴിവാക്കും. വേറെ ശീലകൃഷ്ണ എടുക്കുക. അതേപോലെ ചെവി ഇങ്ങനെ ഒക്കെ എന്ത് ചെയ്യണം, ചെയ്തുകൊണ്ട് വൃത്തിയാക്കി അങ്ങനെ അത് ഒഴിവാക്കും. ഇതൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ അതേപോലെ നഗരത്തിൻ്റെ ചില ആൾ കുറേ മാസങ്ങളോളൊക്കെ രോഗി കടന്നിട്ടുണ്ടെങ്കിൽ ഉള്ളൂ. അത് നഗരത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ അഥവാ ഉണ്ടെങ്കിൽ ചെറിയ ഗ്യാതറിക്കാത്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒന്നിങ്ങനെ തൊട്ടാൽ മതി. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ നടക്കും. ഇങ്ങനെ എന്ത് ചെയ്തു, പുതുതായി ഈ കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി അങ്ങനെ പൂർണ്ണമായി മ്ലേച്ഛതകളൊക്കെ നമ്മൾ ഒഴിവാക്കിയിരുന്നു. ഇതെങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, കുളിപ്പിക്കാൻ തുടങ്ങണമെന്നാണ്. ഇനി ആദ്യം ഒതു ചെയ്തു കൊടുക്കുക. നമ്മൾ ജീവിതകാലത്ത് ചെയ്തത് പോലെ തന്നെ പൂർണ്ണമായ ഒതു ചെയ്തു കൊടുക്കും. പൂർണ്ണമായ ഒതു ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ അവസ്ഥയിൽ നമ്മളത് ഫസ്റ്റ് കഴിയില്ല. മുൻകൈ കണ്ടു അങ്ങനെ എല്ലാം കണ്ടാൽ മുൻകൈ കണ്ട് കഴുകരുത്. ഇങ്ങനെ ഇപ്പൊ സാധാരണ മുമ്പേ നമ്മൾ എത്തിയില്ലേ, പൊതുവിന്റെ സുന്നത്തുകളെ ഞാൻ എടുക്കുന്നു. അവിടെ നമ്മൾ ചെയ്യാം
മയത്തിന് വേണ്ടി അതുപോലെ ശ്രമിച്ച് ഞാൻ ചെയ്ത് കൊടുക്കുന്നു മനസ്സിൽ ചെയ്യുക. അപ്പോൾ മനസ്സിലാക്കിയാൽ മതി. ഇങ്ങനെ നമ്മൾ സാധാരണ രണ്ട് കൈ ഇങ്ങനെ വെള്ളം പറഞ്ഞു തരുന്നത് ഗ്ലോബ് ചെയ്ത് കൊടുക്കും. രണ്ട് മുൻകൈ കഴുകി പിന്നെ വായു വെള്ളം കുട്ടിക്ക് മുക്കിൽ വെള്ളം ഇതൊക്കെ എന്ത് ചെയ്യാന്ന് ചെയ്യണം. സുന്നത്ത് നിലക്ക് ചെയ്യണം. ആ ചെയ്യുമ്പോഴൊക്കെ പ്രത്യേകം പറഞ്ഞിട്ട് മസ്തിലൊക്കെ പറഞ്ഞു എന്ത് ചെയ്യരുത്, ഓവറായിട്ട് എഴുത്തിനുള്ളിലേക്ക് വെള്ളം കിടക്കുന്ന രീതിയിൽ ചെയ്യരുത്. ആ സുന്നത്ത് കിട്ടുന്ന രീതിയിൽ നല്ല പ്രായോഗികമായിട്ട് ചെയ്താൽ മതി. അങ്ങനെ വായു വെള്ളം കുട്ടിട്ട് മുക്കിൽ വെള്ളം കിട്ടുന്നത് ചെയ്യും. പിന്നെ മുഖം കഴുകുക. ആ സമയത്തുള്ള നീയത്താണ് മയ്യത്ത് നിസ്കാരത്തിന് മൂലത്ത് കുളിപ്പിക്കണമെങ്കിൽ നിർബന്ധമായ നീയത്തുള്ളൂ. സാധാരണ മയ്യത്ത് കുളിപ്പിക്കാൻ ചില ആൾക്കാർക്ക് നീയത്തറിയില്ല. മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടിയുള്ള നീയത്തിലുള്ള സുന്നത്തുള്ളൂ. മയ്യത്തിനെ ഞാൻ കുളിപ്പിക്കുന്നു നീയത്ത് ചെയ്യല് അത് സുന്നത്തുള്ളൂ. മയ്യത്തിന് പുറത്തായ കുളി കുളിപ്പിക്കുന്നു നീയത്തില്. മറിച്ച് ഒതുവിന്റെ സുന്നത്ത് നീയത്ത് എന്താണ്? ഫർള. നമുക്ക് പറഞ്ഞല്ലേ അതേപോലെ തന്നെ ഫർള. മുഖം കഴുകുന്നതിന് മുമ്പ് നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ നമസ്കാരത്തിലാക്കാൻ മുഖം ഞാൻ നമസ്കാരത്തിലാക്കാൻ പറഞ്ഞ് കിട്ടുന്നു നമ്മൾ ചെയ്യില്ല നീയത്തിന് അതേപോലെ തന്നെ മയ്യത്തിന് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്താണ് മയ്യത്തിന് ഫർളായ ഒതുവിനെ ഞാൻ ചെയ്തു കൊടുക്കുന്നു എന്ന് നീയത്ത് അപ്പൊ തന്നെ ഓരോ സാധാ അത് അസുഖം. പിന്നെ കൊടുക്കുന്ന പോലെ തന്നെ കൈ അടുത്ത കൈ പിന്നെ കാല് കഴിക്കുന്നതൊക്കെ നമ്മൾ ഓരോ ചെയ്തത് പോലെ തന്നെ നമ്മൾ സാധാരണ ചെയ്തത് പോലെ തന്നെ ഒരാൾ ചെയ്ത് കൊടുക്കണം. ഇത് ചെയ്തു കൊടുക്കുമ്പോൾ ഈ നീയത്ത് മുഖം കഴുകുമ്പോൾ പറഞ്ഞതിനെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ മയ്യത്തിന് വേണ്ടി തോന്നുന്ന ആ ഒരു നീയത്താണ് ശ്രദ്ധിക്കേണ്ട വിഷയമുള്ളൂ. അതോടൊപ്പം തന്നെ പിന്നെ പൊതു ചെയ്തു കൊടുക്കുന്ന ആൾക്ക് പൊതു ഉണ്ടായിട്ട് അതിൽ നല്ലതുമാണ് സുന്നത്താണ്. നമ്മളൊരാൾക്ക് ശുദ്ധീകരിക്കുകയാണ്. ഇതിലാണ് ചെയ്യാന്നുള്ളത് നല്ലതാണ്, ഉത്തമമാണ്. ഇല്ലാത്ത ആളെ ഒന്നുണ്ടാകുന്നത് ശരിയാവായല്ല. പക്ഷെ ഏറ്റവും നല്ലത് ഇതുള്ള ആൾ ചെയ്ത് കൊടുക്കലാണ്. അങ്ങനെ പൂർണ്ണമായ പൊതുവെടുത്ത് കഴിഞ്ഞാലാണ് ഇനിയാണ് കുളിപ്പിക്കാൻ തുടങ്ങുന്നത്. അപ്പോഴാണ് നീയത്ത് ചെയ്യേണ്ടത്. സുന്നത്താ നീയത്തോടെ പറഞ്ഞില്ല കേട്ടോ, നിർബന്ധമല്ല. കുളിക്കുന്ന നീയത്ത് നിർബന്ധമല്ല. സുന്നത്ത് എന്നിട്ടാണ് ഈ മയ്യത്തിന് പ്രധാനപ്പെട്ട ഞാൻ കുളിപ്പിക്കുന്നു എന്ന് നീയത്ത് ചെയ്ത് ആ പ്രവൃത്തി ചെയ്യണം. പ്രധാനപ്പെട്ട ആളാട്ടോ. ഒരാളെ നീയത്ത് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവരും പാടെ നീയത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവരും ചെയ്യുന്നത് കാര്യമില്ല. ഒരാളാണ് അതിന് കൂടുതൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരാള്. ഈ ആളാണ് നീയത്ത് ചെയ്തിട്ട് ആദ്യം മയ്യത്ത് കുളിപ്പിക്കുന്ന നീയത്ത് ചെയ്ത് തുടങ്ങുക. ആദ്യം ചെയ്യേണ്ടത് തല. ഒരാൾ വെള്ളം പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ശരിക്കും നല്ല രീതിയിൽ എല്ലാ നേരം കൊടുക്കാം. സോപ്പ് കാളി പോലത്തെ സംഗതികളുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ശരിക്കും കഴുകി വൃത്തിയാക്കി വെള്ളം പൂർണ്ണമായിട്ട് തല കഴുകി പോലത്തെ പൂർണ്ണമായി കഴുകി ഇതായിട്ട് ആ തല എന്ത് ചെയ്യണം. ശരിക്കും ചെയ്യേണ്ട രൂപ കേട്ടോ. പലരും നമ്മൾ ആദ്യം ചെയ്യണം അങ്ങനെയൊന്നുമല്ല. പലരും പോലെ ചെയ്യേണ്ടത്. എന്തായാലും തല മുഴുവൻ കഴുകി ആ തല തന്നെ എന്ത് ചെയ്യണം. ഇങ്ങനെ കഴുകി കഴിഞ്ഞാൽ ശരിക്കും തല മാത്രം കോർത്തി കൊടുത്തിട്ട് ചെറിയ കല്ലുകൾ അണുന്ന ചീപ്പുകളെ കൊണ്ട് മുടി എങ്ങോട്ടാണോ മുടി ഉണ്ടെങ്കിൽ എങ്ങോട്ടാണോ മുടി വെക്കണം ആ രീതിയിൽ നല്ല ഇതവിടെ കഴിഞ്ഞു. ഇങ്ങനെ തലനെ മുഴുവനായിട്ട് ചെയ്ത് പിന്നെയാണ് ഇപ്പൊ ഈ ചീകലും കൊടുക്കലൊക്കെ ചില വൈകിച്ചിലുണ്ട്. അത് കുഴപ്പമില്ല. അഥവാ നമ്മുടെ നാട്ടിൽ അധികം ആൾക്കാർ ലാസ്റ്റാണ് വന്നത് കൊടുക്കുക. പക്ഷെ ചെയ്യേണ്ട രീതി അവർ പറഞ്ഞ രൂപ ഞാൻ പറഞ്ഞു കേട്ടോ. ഇതിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. ഈ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാം, തല മുഴുവൻ കഴുകി കൊടുത്ത് കോർത്തി തല മുഴുവൻ വാർത്തിരിക്കണം. സുന്നത്താണ്, ഒക്കെ സുന്നത്തായ കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് പിന്നെയാണ് കുളിപ്പിക്കാൻ ഇനി തുടങ്ങുന്നത്. ആദ്യത്തെ പ്രാവശ്യം വലത് ഭാഗത്തു നിന്ന് തുടങ്ങുന്നത്. വലത് ഭാഗത്ത് ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ വെള്ളം പാർന്ന് പിന്നെ സോപ്പൊക്കെ തേച്ച് ഈ ഭാഗം ഇങ്ങനെ പൂർണ്ണമായിട്ട് സോപ്പൊക്കെ തേച്ച് ഇതാക്കി നമ്മളെ ആൾക്കാരെ കുറിച്ച് ആൾക്കാർ ഇത് കൊണ്ട് കഴിയും. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ കാട്ടിക്കൊടുക്കുന്ന ആൾക്കാരുണ്ട്. കട്ടിങ്ങനെ ആദ്യ വലത് ഭാഗം ഈ ഭാഗത്ത് നിന്നിട്ട് തുടങ്ങിയിട്ട് ഇങ്ങനെ ഈ കയ്യും ഈ കാലും ഭാഗം മൊത്തം എന്ത് ചെയ്യണം, വെള്ളം പാർന്നിട്ട് സോപ്പ് കഴിയും. അപ്പോൾ കുളിന്റെ മേലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കൈ അടി കൂടി ഇട്ടിട്ട് അവിടെ കൂടി ഇട്ട് സോപ്പൊക്കെ വെച്ചിട്ട് അവിടെ ഈ അവിടത്തിനടുക്കെത്തുമ്പോൾ അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യണം, പൂർണ്ണമായിട്ട് ഇങ്ങനെ ശരിക്ക് സോപ്പൊക്കെ തേച്ച് നല്ല ഇതായിട്ട് കൊടുക്കണം. അപ്പൊ മൈനോട് തല നേരത്തോട് കൂടെ അങ്ങനെ ചെയ്ത് തലയൊക്കെ പോകുന്ന രീതിയിൽ അങ്ങനെ പൂർണ്ണമായിട്ട് ഇവിടെ ചെയ്തു. ഇതിലൊരു പ്രാവശ്യം ഇവിടെ ചെയ്തു. അത് കഴിഞ്ഞാൽ ഇടത് ഭാഗം അതേപോലെ ഇവിടെ വെച്ച് സോപ്പൊക്കെ തേച്ച് ഇങ്ങനെ പൂർണ്ണമായിട്ട് ചെയ്ത് കൊടുക്കും. എന്നതിന് ശേഷം ആ കൈ ഒക്കെ മൊത്തം ഒരു ഭാഗം ഫുള്ള് കൈ അടക്കം
കൈയടക്കുള്ള വലത് ഭാഗം മുഴുവനായിട്ട് കഴുകി ഫുള്ള് കഴുകിയിട്ട് പിന്നെ അടുത്ത ഭാഗം അതേപോലെ അതിനുശേഷമാണ് മറ്റുള്ള സഹായത്തോട് എന്ത് ചെയ്യാം, ഇങ്ങനെ ഇടത് ഭാഗത്തേക്ക് ചെരിച്ച് കിടക്കുക. ചെരിച്ച് കിടത്തിയിട്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഈ കാലം ഇടത് ഭാഗം സോപ്പ് വെച്ചിട്ട് കഴുകി കൊടുക്കുക. അപ്പോൾ ഇവിടെ ഡ്രസ്സ് പോകാൻ പാടില്ല കേട്ടോ, അവർക്ക് ഒഴിവാൻ പാടില്ല. ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ മുടി മറന്നുകൊണ്ടായിരിക്കണം. ഇവിടെയൊക്കെ ശരീരം കാണാതിരിക്കാതിരുന്നാലും അഥവാ കുറച്ച് ഇവിടെ കണ്ടാലും അവർത്തിന്റെ ഭാഗത്ത് ഒരിക്കലും കാണുകയോ നമ്മൾ നേരെ പോവുകയോ ചെയ്തത്. അപ്പോൾ നല്ലതാണ് ഒരു പിന്നെ ചില കഷ്ണങ്ങൾ കൈ ചുറ്റിക്കൊണ്ട് എന്നെ അയക്കരുത്, നല്ലതാണെന്ന് പറയുന്നതാണ്. ഇങ്ങനെ ഈ ഭാഗത്ത് സോപ്പ് ചെയ്യുന്നതായി നന്നായിട്ട് ഈ ഭാഗം ഫുള്ള് എന്താണ് ഒക്കെ അങ്ങനെ പോയത് കല്ലില്ല നല്ല കടക്കുന്നുണ്ട്. ഒക്കെ നല്ല ശ്രദ്ധിക്കണം. അതിന് നോക്കുന്നതും സോപ്പായി കഴിഞ്ഞാൽ നമ്മൾ പദ്ധതി സ്റ്റാൻഡുണ്ടല്ലോ, അത് പെട്ടെന്ന് അങ്ങോട്ട് തെന്നിപ്പോകണം. ഒക്കെ നല്ല ശ്രദ്ധിക്കണം. അതാണ് രണ്ടാളോ ഒന്നോ രണ്ടിൽ മൂന്നിൽ കൂടുതൽ ആളൊന്നും ഒരാൾ കൂടി ഉണ്ടായാലും കുഴപ്പമില്ലാന്ന് പറയാൻ കാരണം അതാണ്. ശരിക്കും മൂന്നാൾ മതിയെന്നാണ്. അപ്പൊ ഈ മയത്തിന്റെ കനത്തിന് ഇതിലേക്ക് അനുസരിച്ചാണ്. അപ്പൊ അതുകൊണ്ടാണ് ആ പറയാൻ കാരണം. അങ്ങനെ പിന്നെ എന്ത് ചെയ്തു, ഈ ഭാഗം നേരെ തിരിച്ച് ഈ ഭാഗം അതേപോലെ സോപ്പൊക്കെ തേച്ച് ഇങ്ങനെ കൂടി ചെയ്താൽ ഒരു പ്രാവശ്യം തന്നെ കൂട്ടാം. ഒരു പ്രാവശ്യമായിട്ട് കൂട്ടാം. ഇങ്ങനെ മൊത്തം ചെയ്തതിന് ഒരു പ്രാവശ്യമായിട്ട് കൂട്ടാം. അതാണ് ഒരു പ്രാവശ്യം. ഇതേ രീതിയിൽ എന്ത് ചെയ്യണം, പിന്നെ 2-3 പ്രാവശ്യം ചെയ്യണം. അപ്പൊ ഈ ആദ്യത്തിലാണ് സോപ്പ് തൊട്ട് നല്ല തേക്കേണ്ടി വരുള്ളൂ. മറ്റൊരാൾ അത്ര ഉണ്ടാവില്ല, അങ്ങനത്തെ പോയിരുന്നാവും. അവര് വെള്ളം കൊണ്ട് വേറെ ഭാഗം കഴിഞ്ഞാൽ തിരിക്കുന്നില്ല. പക്ഷെ രണ്ടാമതും മൂന്നാമതും എന്ത് ചെയ്യണം, ഇതേപോലെ ചെയ്യണം. ഇങ്ങനെ നമ്മൾ ആദ്യം ചെയ്ത അതേപോലെ തന്നെ വലത് ഭാഗം ഇടത് ഭാഗം തിരിച്ച് കിടക്കുക, വലത് ഭാഗം തിരിച്ചെടുക്കുക. ആദ്യത്തെ പ്രാവശ്യത്തെ ആ കഴിവ് തന്നെ പൂർണ്ണമായിട്ട് വന്നു. അതിൽ പിന്നെ 3 പ്രാവശ്യം വരും. അത് ഞങ്ങൾക്ക് കഴുകി കഴിയുമ്പോഴത്തിന് 3 പ്രാവശ്യം ആവും. അത് ചില നമ്മൾ നീണ്ട് ആദ്യം വെള്ളം ഒഴിച്ചു, അത് കിട്ടണം പിന്നെ ചെയ്യേണ്ടത്. പക്ഷെ നമ്മളാൾക്കാർ എന്തെങ്കില പിന്നെ വെള്ളമായിട്ട് ബാധിക്കാറ്. അതിപ്പോ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യുന്നുള്ളൂ. ഞാൻ അങ്ങനെ മസ്തല പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞുള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങനെ ചെയ്യണേന് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ അങ്ങനെ ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ രീതിയിൽ 3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാലാണ് കുളിപ്പിക്കൽ പൂർണ്ണമാകുന്നത്. ഇതിന് ശേഷമാണ് പിന്നെ എന്ത് ചെയ്യേണ്ടത്, ഉള്ള താളിയിലെ വെള്ളം, കർപ്പൂര വെള്ളം എന്ത് ചെയ്യണം, ഒരാള് 3 പ്രാവശ്യം തല മുതൽ തന്നെ എന്ത് ചെയ്യണം, പാടുന്നത് തല മുതൽ ഇങ്ങനെ. അപ്പൊ പാടുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം. ഈ ഭാഗങ്ങൾ എല്ലാവരും എത്താനും അതുപോലെ ഈ ഭാഗത്തൊക്കെ തട്ടാൻ വേണ്ടി നമ്മൾ നല്ല കൊടുക്കുക. ഈ ആള് ചെയ്ത് കൊടുക്കുന്ന ആൾക്ക് നിൽക്കുന്ന ആളുണ്ടല്ലോ, നല്ല സെറ്റ് കൊടുക്കുക. വെള്ളം തട്ടുന്ന രീതിയിൽ അവൾക്ക് കൊടുക്കാൻ 3 പ്രാവശ്യം വെള്ളം. അത് പറയാൻ മറ്റുള്ള സഹായിച്ചു കൊടുക്കണം എന്നറിയാം. ഈ സ്പീഡിൽ പാടുന്ന പടത്തിലെ ആൾക്കാർ ഇതിൽ കഴിഞ്ഞാലേ ഈ അഞ്ഞു വെള്ളം വരല്ലേ, എന്നിട്ട് ഇതിനെടുക്കും ഇതാ 3 അടങ്ങേണ്ട പാടുകയും കഴിയും. ആവശ്യം കൊടുക്കുന്നതിന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാം, എല്ലാം കുറേ ചോദിച്ചാൽ മതി. എല്ലായിടത്തും എത്തണം എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ അപ്പൊ ആ 3 പ്രാവശ്യത്തെ ഇത് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കറക്റ്റായിട്ട് അങ്ങനെ ചെയ്യും. ഇങ്ങനെ അത് 3 വട്ടമായിട്ടാണ് കുറേശ്ശെ മതി. അപ്പോ ഇതാണ് പൂർണ്ണമായ രൂപത്തിലുള്ള കുളിപ്പിക്കൽ. ഇത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ പൂർണ്ണമാണ്. ഈ സമയത്തൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ ഔറത്ത് കാണുകയോ നോക്കുകയോ ചെയ്യരുത്. അതുപോലെ ഔറത്ത് നേരെ ചുവ കൈയോട് തൊടരുത്. ശീലകഷം ചുറ്റിയിട്ട് ഔറത്തൊക്കെ കഴുകി കൊടുക്കുന്ന രൂപം ഒക്കെ നമ്മൾ ആ കുളിപ്പിക്കുമ്പോഴും ഇല്ലാത്തതൊക്കെ പലപ്പോഴും ഞാൻ നാടന്മാരെ കണ്ടിട്ടുണ്ട്. ഞാൻ കുളിപ്പിക്കാൻ പലപ്പോഴും കൂടിയിട്ട് ഞാൻ ചില സമയത്ത് ചിലപ്പോൾ പറഞ്ഞ അനുസരിക്കുന്ന അവസ്ഥയാണെങ്കിൽ മാത്രമേ അവിടെ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ പോലെ കോലം മാറി കഴിഞ്ഞാൽ ഞാൻ മാറിക്കാനാണ്. കാരണം നമ്മളെ കിട്ടുന്നതിന് ഇതാണല്ലോ. ചില ആൾക്കാർക്ക് സാധാരണക്കാർക്ക് നാടന്മാർക്ക് യാതൊരു പേടിയില്ല. അതായത് പോലെ പിന്നെ ചിലപ്പോൾ ദേശാന്മാരെ ഞാൻ കണ്ടു നമ്മൾ മലത്തണ്ടായിരുന്നു ഇങ്ങനെ കൊടുത്തിട്ട് അങ്ങനെ ഇവിടെ മാത്രമേ കൊടുത്തുള്ളൂ. ബാക്കി എങ്ങനെ വിളിച്ചു ഇവിടെ കാണും തിരിച്ച് തേക്കാൻ ഇതാക്കാൻ കാട്ടുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ അപ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ട വിഷയം എന്നറിയോ, ഈ മയ്യത്ത് പരിപാലനം കുളിപ്പിക്കലും അതൊക്കെ നല്ല കൂലിയുള്ള കാര്യമാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്താലോ ആ കൂലിയൊക്കെ പോയി അത് തിരിച്ചാവും, കുറ്റം പെടും. അങ്ങനെ വേണ്ടാത്ത കാര്യം ചെയ്താലേ. അപ്പൊ അത് വലിയ സംഭവമായിട്ട് ചരിത്രങ്ങൾക്ക് ഒരുപാട് ഗ്രന്ഥങ്ങൾ ആ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഔറത്ത് പിന്നെ
മുൻകാലത്ത് പ്രവാസാദിൻ്റെയൊക്കെ അതിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു പെണ്ണെ കുളിപ്പിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഔറത്തിൻ്റെ അവിടെ കഴിക്കുമ്പോൾ തൊട്ടോടുകൂടെ മനസ്സിൽ ചിന്തിച്ചു പോയില്ല, ഈ ഔറത്തുകൊണ്ടൊക്കെ എന്തെല്ലാം ചെയ്തിട്ടുള്ളൊരു ചിന്ത. അത് വന്നതോടുകൂടെ കൈയൊട്ടി പിന്നെ എന്തായാലും പോയിട്ടില്ല. അവസാനം പോയി പല ആൾക്കും പോയി അവസരം വന്ന് ജീവിച്ചിട്ട് സൂക്ഷിക്കാൻ വേണ്ടതിനെ കണ്ടെത്തി അയാളെ കൊണ്ടുവന്നു. ആ കൊണ്ടുവന്ന ഒരാൾ പറഞ്ഞു. അപ്പോൾ അയാൾ ചോദിച്ചു പെണ്ണിനോട്, ഇത് അവിടെ കഴിക്കുമ്പോൾ എന്താ ചിന്തിച്ചത് ചോദിച്ചു. മനസ്സിന് വന്നിട്ട് വരികയാണ്. എന്നാൽ തോബ ചെയ്ത് മടങ്ങിപ്പോവാറ്. അങ്ങനെ ആ തോബ ചെയ്തവരെ കയ്യാണ് വരുന്നത്. അതാണ് അത്രയും ഗൗരവമാണ് സംബന്ധിക്കുന്നത്. നമ്മൾ ഒരിക്കലും ചിന്തകളോ അവനാണ് കൈകൊണ്ട് എന്ത് നേരിട്ട് തുടരുന്നതെന്ന് പറയാൻ കാരണം. അപ്പൊ നേരെ കൈകൊണ്ട് തൊടാത്ത ആ കാര്യത്തിൽ എനിക്ക് എപ്പോഴും പറയാനുള്ളതാണ്, ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ മൈത്ത് കൊടുക്കുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, മയ്യത്തിന്റെ ഔറത്ത് കാണാനോ തൊടാനോ ഒരു അവസ്ഥ വരുത്തരുതേ. പരമാവധി ശ്രദ്ധിക്കണം. അതിനെന്താ, തുണി ഒരാളെങ്ങനെ പിടിച്ചതാകുമ്പോൾ നമ്മൾ മറച്ചു കൊടുക്കണം. ഞാൻ തുണി മറച്ചിട്ട് മാത്രം ചെയ്താൽ മതി, അല്ലാതെ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്തിനാണ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം? അപ്പൊ നമ്മൾ ഇതായില്ലേ, അങ്ങനെ ഒരു വിശ്വാസമുള്ള ആളുകൾക്ക് അങ്ങനെ ചെയ്യും. അങ്ങനെ പിന്നെ കാണിച്ചൊക്കെ ചെയ്യാനാണ് നമ്മൾ ആ വിഷയം വളരെ ഗൗരവത്തിൽ നമുക്ക് പറയാൻ ഞാനതാണ്. പരമാവധി ഔറത്ത് കാണാനോ ഒഴിവാക്കാനോ അത് നോക്കാനോ തൊടാനോ പാടില്ല. ആ വിഷയം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുകയും ഈ പറഞ്ഞ രൂപത്തിലൊക്കെ കുട്ടിക്കും ഉപയോഗിക്കുകയും ചെയ്യും. അങ്ങനെ പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നെ നല്ല തുണി, ഉണങ്ങിയ തുണി കൊണ്ട് തോർക്കണം. തോർത്തുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ സ്റ്റാൻഡാവായി കുറേ വെള്ളം ഉണ്ടാവും. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്ന അവിടെ തന്നെ നമ്മൾ ഉപയോഗിച്ച വർക്കുള്ള കണ്ടാലും ഏതെങ്കിലും പിഴിഞ്ഞിട്ട് ആദ്യം അവിടെ നല്ല കൊടുക്കുക, പരിസരത്ത് അങ്ങനെ വെള്ളം അല്ലാത്ത കൊടുക്കുക. എന്നിട്ട് കുറച്ചും കൂടി നനവില്ല നല്ല പിന്നെ പിഴിഞ്ഞിട്ടില്ല മുണ്ടോ അതിൽ തുണി ഉപയോഗിച്ച് കൊടുക്കുക. വീണ്ടും നല്ല ഉണങ്ങിയ തുണികൾ, നല്ല ഉണങ്ങിയ തുണികൾ പൂർണ്ണമായിട്ട് കൊടുക്കും. അപ്പൊ വെള്ളം ഒരിക്കലും ശരീരത്തിൽ എവിടെ ഒരു നീരില്ലാത്ത കൊടുത്ത് പരമാവധി കൊടുത്തിരിക്കണം. അപ്പോൾ ഈ അവിടത്തിന്റെ ഇടയിലൊക്കെ ഇതിന്റെ ഇടയിലൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ കൈകൊണ്ട് മുണ്ടോണ്ട് പോയിട്ട് ശരിക്ക് കൊടുത്തിരിക്കണം. അങ്ങനെ പൂർണ്ണമായി കൊടുത്തിട്ട് ആ കഴിഞ്ഞാലാണ് പിന്നെ കഫൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം. കഫൻ ചെയ്യലെ കുറിച്ചല്ല, കഫൻ ചെയ്യൽ അതിന് മുമ്പ് ആ കുളിമുറിയിൽ കൊണ്ടുവരുന്ന മുമ്പ് എന്ത് ചെയ്യണം, അവിടുത്തെ ഭാഗം മറക്കാൻ വേണ്ടി മാത്രം ഒരു പിന്നെ ചെറിയൊരു സീനൊക്കെ അരടുപ്പ് മാത്രമാണെന്നില്ല. പെണ്ണുങ്ങൾക്ക് അരടുപ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആണുങ്ങളെ സംബന്ധിച്ച് മുന്നോട്ട് ആർക്കല്ല അന്ന് പലരും അല്ലാതെ ഒരുപാട് നീളമല്ലാത്ത രൂപത്തിൽ ഒരു വരെ പറയുന്ന ഒരു തുണി കഷ്ണം കൊണ്ട് ഇവിടെ ചുറ്റണം. ഈ ചുറ്റിയിട്ടോ അല്ലെങ്കിൽ ചുറ്റിന് മുമ്പായിട്ട് നമ്മൾ തോർത്തില്ല, പൂർണ്ണമായിട്ട് തോർത്തി കഴിഞ്ഞാൽ ഈ വെള്ളം ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, മറ്റേ തുണി കഫന്റെ തുണി ഇട്ട് കൊടുക്കുന്ന മുമ്പ് വേറെ തുണി ഇടണം കേട്ടോ. ഞാൻ ഉണങ്ങിയ തുണി ഇട്ടാൽ മതി. ഉണങ്ങിയ തുണി ഇട്ട് അവർക്ക് മറച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ എന്ത് ചെയ്യണം, ഇത് എടുത്തു കൊടുക്കുന്നതിന് മുമ്പായിട്ട് കൈ കൊണ്ട് നമ്മൾ പഞ്ഞി എടുത്തിട്ട് എടുത്തിട്ടല്ലോ, പഞ്ഞി എടുത്തിട്ട് മുൻദ്വാരത്തിലും പിൻദ്വാരത്തിലും കറക്റ്റായിട്ട് അതിൻ്റെ കയ്യിൽ ശരിക്ക് വരുന്ന രൂപത്തിൽ നമ്മളെ കൈ തട്ടാത്ത രീതിയിൽ വേണം അത് കറക്റ്റായിട്ട് ഇതിനെ ശരിക്ക് വെച്ച് കൊടുക്കണം. പൂർണ്ണമായിട്ട് മറിയുന്ന രീതിയിൽ. അതാണ് അവിടെ ആദ്യം ചെയ്യേണ്ടത്. കപ്പുമ്പുഴയിൽ ആദ്യം ചെയ്യേണ്ട ഇതാണ്. പിന്നെ കപ്പലിന് മുമ്പ് കുടിക്കുന്ന പോകുന്ന കിടക്കുന്ന മുമ്പായിട്ട് ഈ രണ്ട് ഭാഗത്ത് പൂർണ്ണമായിട്ട് പഞ്ഞി വെച്ച് കൊടുത്ത് പിന്നെ ആ ഒരു ചുറ്റുണ്ടല്ലോ തുണി അത് ചുറ്റി കഴിഞ്ഞിട്ട് ആണ് ചെയ്യേണ്ടത്. മയത്തിനെ ആ മറ്റേ നേരത്തെ തുണിയുണ്ടല്ലോ അവരും ഇനി അതുപോലെ പുറത്തുകൂടെ വെച്ചിട്ടുണ്ടല്ലോ ആ തുണി ഇങ്ങനെ നേരിട്ട് എടുക്കണ്ട കേട്ടോ. ചില ആൾക്കാർ അങ്ങനെ കയറുന്നത് ഇത് മാത്രം ചുറ്റിണ്ടാവും, ഇത് ഇങ്ങനെ കൊള്ളും. അതൊക്കെ മറ്റുള്ള ആളുകൾ കാണണം. അവിടെ ഉണ്ടാകാൻ പാടില്ല, ആളുകൾ പറഞ്ഞാളെ ഒഴിവാക്കണം. ഇനി ആണുങ്ങളാണെങ്കിൽ ആണുങ്ങളെ തന്നെയാണെങ്കിലും ശരീരം മുഴുവനും നമ്മളിങ്ങനെ കാണാതിരിക്കാൻ നല്ലത്, കാണിച്ചതല്ല നല്ലത്. കാരണം നമ്മളെ ജീവിതകാലത്ത് മറ്റുള്ള ആളുകളുടെ പോകാറില്ലല്ലോ. അതുകൊണ്ട് വീട്ടിലുള്ള ബഹുമാനങ്ങളൊക്കെ കാത്തുസൂക്ഷിക്കണം. അപ്പൊ അതുകൊണ്ട് എന്താ നല്ലത്, ഈ അരടത്തിന് പുറമെ തന്നെ നമ്മളെല്ലാവരും ഇട്ടിട്ട് അതോടുകൂടെ എന്ത് ചെയ്യേണ്ടത് ഇങ്ങനെ കഫം. അപ്പൊ അതിന് മുമ്പായിട്ട് കുളിപ്പിച്ച റെഡിയല്ലേ, ഈ സംഗതി കഴിയുമ്പോഴത്തേന് ഇവിടെ കഫംപുട തയ്യാറാക്കും. കഫംപുട എന്ന് പറയുന്നത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആകെ നിർബന്ധമായത് ഒരു തുണിയുണ്ട്. ആകെ മൂടുന്ന ഒരു തുണിയാണ് നിർബന്ധമായത്. അത് തന്നെ ഔറത്ത് മറയുന്നതുള്ളൂ എന്ന് വരെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചാൽ അള്ളാഹുവിന്റെ ഹക്കാണത്, മറ്റത് മയത്തിന്റെയും കൂടെ ആക്കണം. എന്തായാലും ചില പണ്ഡിതന്മാരെ രണ്ട് യോജിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ഔറത്ത് മറക്കലും ശരീരം മുഴുവൻ മറയലും രണ്ടും കൂടി അള്ളാഹുവിന്റെയും മയ്യത്തിന്റെയും അവകാശം എന്നതൊക്കെ എന്താണ്, ആകെ മൂടുന്ന ഒരൊറ്റ തുണി. അതാണ് നിർബന്ധം ആൺപുരുഷനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ 2 3 സുന്നത്താണ്. അപ്പൊ കൂടിയ 3 തുണി പുരുഷനെ സംബന്ധിച്ചിടത്തോളം.
3 തുണി. ഈ 3 തുണി നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ മുറിച്ച് റെഡിയാക്കും. മുറിച്ച് റെഡിയാക്കുമ്പോൾ ഈ അടിയിൽ ഏറ്റവും അടിയിൽ ഫസ്റ്റ് വിരിക്കണത്, വിരിക്കുമ്പോൾ ഫസ്റ്റ് വിരിക്കുക, മയത്തിൻ്റെ ഏറ്റവും അടിയിലാണ് വരിക. ആ അടിയിൽ വിരിക്കുന്നത് കുറച്ച് വലുതാക്കിയിട്ട്, അത് അല്പം മറ്റു രണ്ടെണ്ണത്തിനേക്കാൾ കുറച്ച് അല്പം വലിയ രീതിയിലും വെളുത്തും വലുതാക്കിയിട്ട് മുറിക്കുക. അങ്ങനെ അത് വിരിക്കുക. അതാദ്യം വെച്ച് ഈ വിരിക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, മയത്ത് കഫൻ ചെയ്യാൻ ഉദ്ദേശമാണ് വിരിക്കണമെങ്കിൽ നമ്മൾ കൊണ്ടുപോകുന്ന പായ ഉണ്ടല്ലോ, പായ അല്ലെങ്കിൽ ചിലർക്കിങ്ങനെ പടാണ്, മുസ്തല്ല പടാണ്, എന്തായാലും പായ ആണെങ്കിൽ പടാണെങ്കിലും അത് ആദ്യം വിരിക്കണം. അപ്പൊ അത് വിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ അധികം എങ്ങനെയാണ് മയത്ത് കടത്തിയ നിലവിൽ കുട്ടിക്ക് മുമ്പ് കടത്തിയ ആ കട്ടിലുമ്പോൾ തന്നെ ആയിരിക്കും അധികം. അപ്പൊ മയത്തിനെ കുട്ടിനടുത്ത് കടത്തുന്നതോട് കൂടെ ആ കട്ടിൽ നിന്ന് എന്ത് ചെയ്യും? ഒന്ന് വൃത്തിയാക്കും. വൃത്തിയുടെ ആ കട്ടിലിനെ അവിടെ ഇടും. ആ കട്ടിലിട്ടിട്ട് ആ കട്ടിൽ നിന്ന് തന്നെയാണ് നമ്മൾ അധികം മയത്തിന് പരിപാലിക്കുന്നത്. അപ്പം ചില ആളുകളെ തന്നെ സൗകര്യം ഇല്ലെങ്കിൽ നിരത്തൊക്കെ അടുത്തുണ്ട്. പക്ഷെ അത് നല്ലത് കട്ടിൽ വിശാലം പറ്റുമെങ്കിൽ തന്നെയാണ് നല്ലത്. ഇതുമ്പോ എന്ത് ചെയ്യണമല്ലോ, നമ്മൾ കൊണ്ടുപോകണ പായ ഉണ്ടല്ലോ ഇങ്ങനെ, ആ പായല്ലാത്ത വേറൊരു പായോ വിരിപ്പോ അതിൻ്റെ അടുത്ത് വിരിക്കുക. അതിന്റെ മേലെ നമ്മൾ കൊണ്ടുപോകണ പായാണെങ്കിൽ പടങ്ങൾ വിരിക്കും. അതിലാണ് എന്ത് ചെയ്യേണ്ടത്? കഫൻ തുണികൾ വിരിക്കുന്നത്. ഈ കഫൻ തുണികൾ മയ്യത്ത് കുളിപ്പിക്കലിന്റെ കഴിയുമ്പോഴത്തിന് കഫൻ തുണി മുറിച്ച് പറഞ്ഞ രീതിയിൽ ഒന്ന് വലുത്, പിന്നെ രണ്ടെണ്ണം അതിന്റെ അതാണ് വലുതാവുന്നത്. അങ്ങനെ അത് പിന്നെ തുണികളൊക്കെ മുറിച്ച് തയ്യാറാക്കുക. പുകപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുന്തിരിക്കുന്ന നമ്മള് സാധാരണ കുന്തിരിക്കാൻ പോകാൻ പിന്നെ സാമ്പ്രാണി ഭാഗം പറയും. എന്തായാലും അതുപോലത്തെ സാധനമാണ്, നല്ല സുഗന്ധമുള്ളത്. അത് ഊതുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. ഊതിന്റെ പൊടിയൊക്കെ പോയിട്ടുണ്ടല്ലോ, ഊതാനും കുഴപ്പമൊന്നുമില്ല. ഊതെന്നാണ് കിതാബിലൊക്കെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഭഗവാന് ഊതല്ലേ, ഊത് പുകപ്പിക്കുക എന്നാണ്. ഊതന അതുപോലത്തെ സാധനങ്ങൾ, നല്ല പുകയുള്ള നല്ല മണവാസനയുള്ള ആ പുകപ്പിക്കുന്ന സാധനം കൊണ്ട് മുൻകൂട്ടി ഇതൊക്കെ മുറിച്ച് റെഡിയാക്കി ഓരോ തുണികളും അതുപോലെ തന്നെ കെട്ടല കയറടക്കം, അതുപോലെ പുകപ്പിക്കുന്ന പരുത്തി കഞ്ഞി അടക്കം എല്ലാം പുകപ്പിച്ച് റെഡിയാക്കി വെക്കുന്നതാണ്. അങ്ങനെ പുകപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? എല്ലാം പുകപ്പിച്ച് റെഡിയാക്കിയാണ് ആദ്യത്തെ തുണി, അതായത് ഏറ്റവും വലുതും വിശാലതുമായ അടിയിൽ വിരിച്ചു. അതിന്റെ തൊട്ട് മുകളിലായി ആ വിരിച്ച് ഒന്നാമത്തെ വിരിക്കുമ്പോൾ തന്നെ അതിലെന്തിനല്ലോ മയ്യത്തിന്റെ കഫം മുടയിൽ സുന്നത്തായ കാര്യങ്ങൾ പെട്ടതാണ്. പിന്നെ പനനീർ തെളിക്കല്, അതുപോലെ സുഗന്ധ അത്തർ പോലത്തെ സാധനങ്ങൾ തെളിക്കല്, ഈ കാര്യങ്ങളൊക്കെ. അതുപോലെ പിന്നെ ഈ പറഞ്ഞ നമ്മള് വെള്ളത്തിലുള്ള സാധനം ഉണ്ടല്ലോ, പിന്നെ കർപ്പൂരം ചെറിയ പൊടി കുറച്ച് വിതറിലൊക്കെ. ഇപ്പൊ എല്ലാ തുണിയിലും ഇല്ലെങ്കിലും ഏറ്റവും മുകളിലെങ്കിലും ഉണ്ടാവണം. അപ്പൊ അത് സുന്നത്താണ് അതൊക്കെ. അപ്പോ പറ്റുകയാണെങ്കിൽ ഈ 3 കുറേശ്ശെ ഒന്ന് കേൾക്കാൻ നല്ലതാണ്. ഇല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് നമ്മൾ വെക്കുന്ന തുണി ഉണ്ടായിരുന്നു, അതിലെങ്കിലും അതൊക്കെ ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ ഇതൊക്കെ വെച്ച് ആദ്യം തുണി വെച്ചു, അത് പായ് വെച്ചു, പായന്റെ ഇതിൽ കയറിട്ടു. അടുത്ത കയർ നേരത്തെ ഇടണം, ആദ്യത്തെ ഈ അടുത്ത് കെട്ട കയർ, ബാക്കി അപ്പുറത്തുള്ള ഇടണം. അതോടിട്ട് അതിന്റെ മേലെ ആദ്യത്തെ ഒരു വിശാലമായ തുണി വിരിക്കുന്നത്. പിന്നെ രണ്ടാമത് തുണി വിരിച്ചു, മൂന്നാമത് തുണി. അവരൊക്കെ വിരിച്ച് റെഡിയായി. ഇതിൽ സുഗന്ധം ഈ പറഞ്ഞ ഹനൂത്ത് എന്നാണ് അതിനെ കിതാബൊക്കെ പറയും. ഹനൂത്തിന് പ്രത്യേക സുഗന്ധം എന്നാണ്. അപ്പൊ നമ്മളിപ്പോ എന്ത് നല്ല അത്തറോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും മതി. അതുപോലെ തന്നെ പിന്നെ പനനീർ വെള്ളം, അത്തറ്, ഈ വക സാധനങ്ങളൊക്കെ അത് പിന്നെ പൂശുകയും. അതുപോലെ തന്നെ ഈ പറഞ്ഞ കർപ്പൂരം ഉണ്ടല്ലോ, കർപ്പൂരം ഈ വെള്ളത്തിൽ ഒരുപാടുണ്ട് ആവശ്യമില്ലേ, കുറച്ചിട്ടാൽ മതി. നമ്മളെ ഈ കപ്പുകളിലൊക്കെ അതേ സാധനങ്ങൾ ഒരു പേക്കുള്ളൂ, കുറച്ചുണ്ടാവുള്ളൂ. വേണമെങ്കിൽ ഒരു പാക്കും കൂടി എക്സ്ട്രാ ഒഴിച്ചാൽ നല്ലതാണ്. കാരണം സ്ഥലം എന്ത് ചെയ്യണം, കുറച്ച് വെള്ളത്തിൽ വിടാം, കുറച്ച് ബാക്കി പൊടിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് പൊടിക്കാരെ പൊടിച്ചിട്ട് അത് ഈ ഇത് കൂടെ ഇടാം. കപ്പുകളിൽ അടുത്ത് സുന്നത്തുണ്ട്, അതിടാൻ വേണ്ടി. അപ്പോൾ വേണമെങ്കിൽ പാക്കുണ്ട്. അതാണ് വേണ്ടത്. ഇപ്പൊ ചില ആൾക്കാർ അറിവില്ലായ്മ പോലെ അമ്മായി അന്ന് ഞാന് അമ്മായി കുറച്ച് ഇതായി കിടന്നിട്ട് അപ്പൊ പിന്നെ കുറച്ച് ശരീരത്തിലൊക്കെ ഇങ്ങനെ നീരൊക്കെ സുബൈന്റെ തൊട്ട് മുമ്പ് സുബൈ സ്ഥലം ഉടനെ കുളിപ്പിക്കാറുണ്ട്. 10 മണിക്കാണ് നെയ്തെടുത്തത്. അങ്ങനെ വെച്ചിരുന്നു. അപ്പൊ ഞാനൊരു സുബൈസിന്റെ മുമ്പ് വെച്ചിട്ട് ആ സമയത്ത് 4 നേരത്തിന് ഞാൻ പോയി ചെന്നിട്ട് അതിന് വെള്ളമൊക്കെ റെഡിയാക്കാൻ പറഞ്ഞു. എന്നിട്ട് അവരെ കുളിപ്പിച്ചിന്റെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് സുബൈസ്കാരൻ കഴിഞ്ഞ് കുളിപ്പിച്ചു. അപ്പൊ അതിന് മുമ്പ് ഇവരെന്ത് ഞാൻ അത് നമ്മൾ പൊളിപ്പിക്കാറില്ല, ചിലത് കട്ടേക്കാറ്, ചിലത് പൊടിയേക്കാറ്. ഈ സാധനം പൊടിച്ചോ കൊണ്ടുവന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് ഈ പെണ്ണുങ്ങൾ വള്ളം തയ്യാറാക്കുന്നത് ആ അറിവില്ലാത്ത കാര്യങ്ങള് ഈ കട്ട പൊടിച്ച കുറച്ച് സാധനമല്ലോ, അത് പൊടിച്ചിങ്ങാണ്ട് ഒരു വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഓലെ ജലത്തിൽ വെള്ളത്തിലുള്ള സാധനമാണ്. അതിന് ഞാനത് പൊപ്പിക്കാൻ സാധനം വെച്ചപ്പോഴാണ് അത് വെള്ളത്തിലിട്ടു. അതാ വെള്ളത്തില് അത് വെള്ളം ഒരു ജലം. അതാണ് കർപ്പൂരത്തെ പോലെ അനുസരിക്കുന്നത്. അത്രയും അറിവില്ലാത്ത ആളുകൾ, അത് അതിനെക്കുറിച്ച് അറിവില്ല, ശ്രദ്ധിക്കാത്ത ആളുകളുണ്ട്.
അതിലെ പറഞ്ഞ അത് പറ്റില്ല, ആ വെള്ളം ഒഴിവാക്കി ആ സാധനം പോയി വേണം അവിടെ എന്തെങ്കിലും കൊടുക്കാൻ സാധനം മാറണ്ടായിരുന്നു, അതുകൊണ്ട് വെച്ചിട്ടായിരുന്നു. അപ്പൊ ആ സാധനം അപ്പൊ കർപ്പൂരം ഈ പറഞ്ഞ പോലെ സാധനം ഏത് നമ്മൾ ബട്ടൺസ് പോലെ വെള്ളത്തിൽ ചെറിയ അതാണ് സാധനം, യഥാർത്ഥത്തിൽ അതാണ് വെള്ളത്തിൽ ഇടേണ്ടത്. അതന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, കപ്പുപൊടിയിൽ ഇടേണ്ടത്, ഇടേണ്ടത്. അപ്പൊ ഇതൊക്കെ വിതറി ഇങ്ങനെ റെഡിയാക്കി വെക്കുക. അങ്ങനെ ആ മയത്തിനെ അവിടുന്ന് കുളിപ്പിച്ചോടെ നമ്മളല്ലേ ഇങ്ങനെ കൊണ്ടുവന്ന് കടത്തുമ്പോഴൊക്കെ കപ്പുമ്പോഴൊക്കെ കടത്തുമ്പോഴൊക്കെ ഇങ്ങനെ തന്നെ കടത്തുന്നത് കേട്ടോ. ഈ മലർത്തി ഇങ്ങനെ ഇതിലേക്ക് മുന്നിൽ വരുന്ന രീതി തന്നെയാണ് കപ്പുറം തയ്യാറ് കപ്പുകൊണ്ട് കടത്തേണ്ടത്. അങ്ങനെ കടത്തിയതിനു ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഔറത്തിന്റെ ഉള്ളിൽ അത് വെച്ചല്ലോ, ഇനി ബാക്കിയുള്ള കച്ചം അതുപോലെ തന്നെ കൈവേദനയുടെ കാല് പിന്നെ അതുപോലെ സുജൂതിൽ നമ്മൾ കൈ കാല് മുട്ടൊക്കെ ഉണ്ടാവും, കാൽമുട്ടൊക്കെ ഈ ഇത്ര സ്ഥലങ്ങള് പിന്നെ ഈ വക സ്ഥലങ്ങൾ മുഖൊഴികെ ഇതൊക്കെ വെക്കണം. പിന്നെ മൂക്കിന്റെ മൂക്കിന്റെ ദ്വാരങ്ങൾ ഈ വക സ്ഥലങ്ങളിലൊക്കെ പഞ്ഞി വെക്കുക. അതൊക്കെ ഇങ്ങനെ ഓരോന്ന് നല്ല ഓരോ കാര്യങ്ങൾ ചെയ്താൽ മതി. കക്ഷത്തില് മുക്കില് പിന്നെ കയ്യിലെ വിരലുകൾക്കിടയിൽ കാലിലെ വിരലുകൾക്കിടയിൽ പിന്നെ ഈ സംഗതികളൊക്കെ ഇതൊക്കെ ചെയ്ത് പഞ്ഞിയൊക്കെ വെച്ച് അങ്ങനെല്ലാം ഉള്ളത് മുഖത്തുള്ളതും റെഡിയാക്കി വെക്കാം. പിന്നെ ചില ആൾക്കാരെ ഉടനെ വൈദ്യുതി വെക്കില്ലല്ലോ, കുറച്ച് കഴിഞ്ഞാൽ വെക്കും. അപ്പം കാണുന്നവർക്ക് ലാസ്റ്റ് മൂടിയാൽ മതി മുഖം, പക്ഷെ റെഡിയാക്കി വെക്കണം. അങ്ങനെ വെച്ചിട്ട് ഒരു കാര്യം ഇനി കഫൻ ചെയ്യാൻ പോകും, പൊതിയാൻ പോകാം. മുന്നേ മനസ്സിലായല്ലോ, മുന്നേന്റെ രൂപം മനസ്സിലായല്ലോ. ഇനി കഫൻ ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ ജീവിതകാലത്ത് നമ്മൾ തുണിയെടുക്കുന്നത് പോലെ ആളുകൾ നമ്മളിങ്ങനല്ലേ ഇടത്തുനിന്ന് തത്തുമ്പത്തല്ലേ പിന്നെ ഒരു ഇങ്ങോട്ടും ആ രീതിയിൽ ചെയ്യുന്നതിന് രീതിയിൽ ചെയ്യണം. അപ്പോൾ അങ്ങനെ കിടത്തി ഇടത് ഭാഗത്ത് ഏറ്റവും മേൽ തുണി ഇങ്ങനെ എടുത്ത് ഞാൻ വലിച്ചെടുത്ത് ഇങ്ങനെ പൂർണ്ണമായിട്ട് നമ്മൾ സമയം തലയും കാലൊക്കെ വരുന്ന രീതിയിൽ ഇതാക്കണം. അതേപോലെ അതിൻ്റെ അടുത്ത ഭാഗം പിന്നെ രണ്ടാമത്തെ നമ്മൾ അങ്ങനെയാണ് ലാസ്റ്റ് വരെ അങ്ങനെ എല്ലാം തുണികളും പൊതിഞ്ഞ് മുന്നാടി കെട്ടി റെഡിയാക്കി. പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ വൈകുന്നേരം കാണുന്നതിന് കൊടുക്കാനാകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ കഴിഞ്ഞു, അത് കഴിച്ചൊന്നുമില്ല. അപ്പോൾ തന്നെ ചെയ്യാൻ ലാസ്റ്റ് ചെയ്യണമെങ്കിൽ മുഖത്തുള്ള പഞ്ഞികൾ വെക്കണം. ഈ രീതിയിൽ പൂർണ്ണമായും ഇതാക്കി നടുവിലെ എടുത്ത് അതുപോലെ തന്നെ കാലിൻ്റെ ബാക്കിയിട്ടുണ്ടാകും തലൻ്റെ ഭാഗം ഇങ്ങനെ തുണി ചുറ്റിയിട്ട് ആവും. ഈ ഇങ്ങനെ 3 മിനിറ്റ് ഈ ഇങ്ങനെയാണ് ഈ രീതിയിലാണ് ശേഷമാണ് മൂന്ന് കാലം ഇന്ന് തലവാക്ക് അത് ആളുടെ ഇതിനനുസരിച്ചാണ് ഒരാളുടെ ഉണ്ടാവും. പിന്നെ നമ്മൾ ആ വെച്ചപ്പോൾ കറക്റ്റ് പറഞ്ഞില്ല, ആ സമയത്ത് പറഞ്ഞല്ലോ നമ്മൾ ചെയ്യണം. സാധാരണ നല്ല കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കുളിപ്പിക്കാൻ ആദ്യം വെച്ചിട്ട് വൈകുന്നെങ്കിൽ എന്ത് ചെയ്യണം, ഭാരം പോലത്തെ ഷാമ്പി കാലത്ത് നമുക്കറിയാലോ ഇരിക്കുന്ന സാധനം കാറ്റിൽ വെക്കുന്നത് നല്ലതാണ്. എന്ത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല, പെട്ടിങ്ങനെ. അപ്പൊ ഈ പെട്ടിങ്ങനെ ഇതൊക്കെ ചെയ്ത് പിന്നെ അത് മറ്റേ ആളുകൾ അടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. നമ്മളെന്ത് ചെയ്യുന്നറിയോ, മയത്തിന്റെ ഈ നടുവായി ഭാരത്തിനനുസരിച്ചുള്ള ആളുകൾ അതിങ്ങനെ നടുപോകും ചെയ്താലും അങ്ങനെ കടവ് അങ്ങനെ ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അടുക്കുമ്പോഴൊക്കെ തന്നെ അതാണ് വളരെ മയമായിട്ട് പെരുമാറും. ഇനിയിപ്പോൾ നമ്മൾ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞാൽ കുളിപ്പിച്ച് ഫുള്ള് കഴിഞ്ഞു നോക്കി നമ്മൾ അഥവാ അതൊക്കെ കഴിയും കഫം ചെയ്യുന്നതിന് മുമ്പായിട്ടോ എന്തെങ്കിലും നല്ല ഇതോ അഴുക്കോ പിന്നെ വിവാഹത്തിനൊന്നും പുറപ്പെട്ടാൽ എത്ര വേണ്ടല്ലോ ആ നെജസ് ശുദ്ധീകരിച്ചു കൊടുത്താൽ മതിയാണ്. പിന്നെ ഒതും കുളിയൊന്നും ആവർത്തിക്കേണ്ടതില്ല. നമ്മൾ ആദ്യം ഒതുർത്ത് കൊടുത്തില്ലേ, ആ ഒതുന്നെ മതി. അത് മയ്യത്തിനൊരു വട്ടം ഒതുർത്ത് കൊടുത്താൽ പിന്നെ ഒന്നും മുറിയില്ല, അങ്ങനെ ശരീരത്തില്ലല്ലോ, നമ്മളെ നിയമം ബാധകമാണ്. പിന്നെ അവിടെ ആ ഒതുവിന് ഒരു അസുഖം കോട്ടം വരില്ല, അതുപോലെ തന്നെ ഒരിക്കും കോട്ടം വരില്ല. അഥവാ അങ്ങനെ സംഭവിച്ചാൽ അത് എഴുതി കൊടുത്താൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരുപാട് അസുഖം മാറ്റുന്നുണ്ടെങ്കിൽ അതായത് ആരോഗ്യമൊക്കെ എന്തെങ്കിലും മാറ്റുന്ന മാറ്റുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യില്ല. അപ്പോൾ കുറേട്ടൊരു രീതിയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇങ്ങനെ എന്തെങ്കിലും പൊടിഞ്ഞു കഴിഞ്ഞു പിന്നെ നമ്മൾ മയത്തിൽ കട്ടിലേക്ക് കൊണ്ടുപോയി കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ കവറിലേക്ക് വെക്കുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്, ഈ തുണികളുണ്ടല്ലോ കവറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതിനോടുള്ള എന്ത് ചെയ്യണം, നമ്മൾ എടുക്കുമ്പോൾ തന്നെ ആദ്യം നടുത്ത് കഴിച്ചു പിന്നെ കവറിലേക്ക് വെച്ച് രണ്ടും മൈലാഞ്ചി
പിന്നെ അതിനെ അത്ര പ്രാധാന്യം പറഞ്ഞൊന്നുമില്ല. കവൻപൊടിയിൽ ഇടാന്നുള്ളൂ. അതിനത്ര പ്രാധാന്യത്തിനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇതിനു വേണ്ടി മാത്രമല്ല ഈ പിന്നെ മയത്ത് ദ്രവിക്കലിൽ കുറവ് വരാൻ സാധ്യതകളുകൊണ്ടാണ് മയത്തിന് അങ്ങനെ മയ്യാത്തിന്റെ ഇല വേണമെങ്കിൽ ഇടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ വെള്ളത്തുള്ളി അല്ല സാധാരണ പുള്ളിത്തുള്ളിയാണ് അത് വെള്ളയാണ് ഏറ്റവും ഉത്തമം എന്ന് എല്ലാ കാരണം വെള്ളത്തുള്ളി ആകുമ്പോൾ അതൊന്നും കാണും. കട്ടില് ശരീരത്തിൽ കാണാൻ വേണ്ടി വെള്ളത്തുള്ളി അല്ല പുള്ളിത്തുള്ളി ശൈലന്തിയില്ല പറവാൻ അങ്ങനെ കണ്ടാലും നമ്മള് അവർക്ക് കാണാതെ ഒരു കുറ്റവയില്ല, നേരിട്ട് കാണില്ല, മറയുടെ മേലിനാണത്. അപ്പൊ പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അത് കാണാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ശ്രമിക്കേണ്ടത്. അതായത് ഒന്നിക്കൽ കട്ടിയിലെ തുണി ഇടുക, വെള്ളം എങ്ങനെ കട്ടി അതിന് രണ്ട് മനസ്സിലാക്കിയിട്ട് അത് ഞാൻ പറ്റില്ലെങ്കിൽ അത്രയും ഇതുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ മറ്റുള്ള കളറുകൾ. സാധാരണ നമ്മളങ്ങനെ ഉപയോഗിക്കലില്ല, കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ അവരോട് അങ്ങനെ പ്രത്യേകിച്ച് വിളിക്കുന്നു പറഞ്ഞിട്ടില്ല. എന്തും നമ്മളിപ്പോൾ വയറിൽ തൊട്ടിട്ടാണ് അറിയുമ്പോൾ നമ്മളെ അതിന് ബന്ധപ്പെട്ട വിദേശികൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ട് കുളിപ്പിക്കുന്ന കാര്യത്തിൽ കാണാൻ പറ്റും. പിന്നെ ജനത്തിന് നേരത്തായിട്ട് വെള്ളം മുക്കിക്കൊണ്ടത് അങ്ങനെ വെള്ളം പാടില്ല. അപ്പൊ നമ്മൾ ഇതിന്റെ ഫലം കഴിഞ്ഞ് നമ്മൾക്കൊരു പുറത്തുനിന്ന് നമ്മൾ തിരിച്ചിട്ട് വരുള്ളൂ. പിന്നെ അതിനെ ഒരു വന്നാലും ചെയ്യാം അല്ലേ? അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യണല്ലോ, അതിനാണ് നമ്മളെ മരിച്ച ആ മയ്യത്തുമായിട്ട് അതിന് ബന്ധപ്പെട്ട ആളുകളാണ് ഓർക്കാണ് കുളിപ്പിക്കൽ ഏറ്റവും സാധ്യത അർഹത എന്ന് എന്ത് ചെയ്യണം, അത്ര ആൾക്കാരോട് പറയണം ഞങ്ങളാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടി തരാം, അല്ലെങ്കിൽ സഹായിച്ചു തരാം, അതാണ് നല്ലത്. ഞങ്ങളാണത് ചെയ്യാൻ ഏറ്റവും അർഹതപ്പെട്ടതെന്ന്. അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് ഒരാളെ പറയും നമുക്ക് പറയാൻ മതിയാണെങ്കിൽ ഈ മയ്യത്തുമായി ബന്ധപ്പെട്ട ഒരാൾ കാണപ്പെട്ട ഒരാൾ കാര്യപ്പെട്ടാണെങ്കിൽ ആളുകളോട് പറയണം എന്റെ മയ്യത്തിന് ആളെ വെച്ച് അവിടെ എന്റെ കുട്ടികളാണ്, കുട്ടി ഓനാ കുട്ടിക്കുന്നത്, ഓനാണ് കണ്ടത്. അല്ല വെള്ളത്തിന് അങ്ങനെ പ്രാധാന്യമില്ല. അതൊരു സൂക്ഷ്മത, അതിനൊന്നും പ്രശ്നമില്ല. വെള്ളം ടാങ്ക് നല്ലതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഏത് വെള്ളം എടുക്കുക. അത് ഒരു എന്താ പറയാ സൂക്ഷ്മത എന്തെങ്കിലും വല്ലതും വരുമോന്നൊക്കെ ടാങ്കി കഴുകാത്ത കണ്ടാവല്ലോ, കുറെ കാലത്ത് കുറെ മാസങ്ങളോളം കഴുകാത്ത കണ്ട് ടാങ്കി ആ വെള്ളത്തിന് കാര്യം നമ്മൾ കൊടുക്കണം. ഓക്കെ, അതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല, അതിന് പ്രാധാന്യമൊന്നുമില്ല, മുക്കിയതേ പറ്റുള്ളൂ അങ്ങനെ എവിടെ പറഞ്ഞിട്ടുണ്ട്. വെള്ളം നല്ല ശുദ്ധമായ വെള്ളമായിരിക്കണം. അപ്പൊ ഈ കുളിപ്പിക്കാൻ ഇങ്ങനെ ഒരുങ്ങുമ്പോ പല ആളുകൾ വരുന്നത്, അതാണ് നമ്മൾ എപ്പോൾ ശ്രദ്ധിക്കണം. രാവിലെ അമ്മായി കുളിക്കുന്ന വിഷയത്തിൽ ഉണ്ടായി, ഞാൻ എന്തേമാരും പേരക്കുട്ടികൾക്ക് പറഞ്ഞെടുത്തു, ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ പറഞ്ഞ് റെഡി ആയിരിക്കും കുട്ടിമാരൊക്കെ. അതില് ഓരോ ഇങ്ങനെ റെഡിയാക്കുമ്പോ അപ്പത്തിന് ഒരു ഈ കാത്തിക്കലാണ് പ്രശ്നം. ആ മറ്റേ താത്തന്റെ മറ്റേ ഒരു വരണം കുട്ട കുളിപ്പിച്ച അവിടെ എന്തിനാ ഒരു കാത്തക്കണം, നമ്മളെ വരും നമ്മളെ വിളിച്ചു വരും. നിങ്ങൾ എന്ത് ചെയ്തു അവിടെ എങ്ങനെ രണ്ട് താത്തകൾ വരണം പറഞ്ഞു, ഒരു വരച്ചാണ് ഒരു വന്നിട്ട് കുളിപ്പിക്കാറ്. അതിൽ വന്നിട്ട് ഇതിന് കുളിപ്പിച്ചാൽ തുടങ്ങിയൊക്കെ ഓരോ കുളിക്കാറുണ്ട്. മറ്റേ പറഞ്ഞു മുൻപടുത്തി ഒക്കെ ചെയ്തോണ്ട് പറഞ്ഞു. എന്നിട്ട് അതിൽ പിന്നെ കുളിപ്പിച്ചാൽ അപ്പൊ ഒരു താത്ത പിന്നെ നിങ്ങൾ ആരെയും വന്ന് വെള്ളം പാരുണ്ടോ, വെള്ളം പാരാൻ ആരെയും വരുന്നുണ്ടോ, ഇന്നൊന്ന് വന്ന് ഫസ്റ്റ് വെള്ളം പാറുന്നതാണ്. അപ്പൊ ഞാൻ വെള്ളം അപ്പോൾ ആ അതെങ്ങനെ പറഞ്ഞു കൊടുക്കണം, എന്നെ മാറ്റി ചെയ്യാൻ വേണ്ടി അതിന് 30 അപ്പോഴത്തേക്ക് ഞങ്ങൾ വള്ളാരെയും പറയണേ ബാക്കി ഞങ്ങളേക്കും ഞങ്ങൾക്ക് അറിയില്ല. അവിടെയാണ് ആ പ്രശ്നം. നമ്മക്കറിയാം ഞങ്ങളേക്കും ആ ധാരണയാണ് ആകെ കുഴപ്പം. അപ്പൊ അതേതാണ് അതെന്താ വെച്ചാൽ അവിടെ പേക്കണല്ലോ നമ്മൾ ഈ സ്വന്തക്കാരുണ്ടല്ലോ മയത്തിന് ഏറ്റവും അടുത്ത ആളുകള് ഇവർ പേടിച്ചു പോയി വേറെ കിട്ടുക അതിനെ ഞാൻ ചെയ്ത ശരിയാവുന്നത് അങ്ങനെയുള്ള ആ ധൈര്യക്കുറവാണ് പ്രശ്നം. അപ്പൊ മറ്റുള്ളവർ സഹായത്തിന് കൂട്ടുകയാണ്. ഈ സാധനം കൂട്ടുന്ന ആൾക്കാരാണെങ്കിലോ ഒരു ഞങ്ങൾ കുറെ കുറിച്ചവരാണ്, ഞങ്ങൾക്ക് അറിയത്തില്ല ധാരണയും തെറ്റാണെങ്കിൽ ശരിയാണെങ്കിലും അവർ പറഞ്ഞാൽ ശരിക്കില്ല. അങ്ങനെ കുറെ ആൾക്കാരാണെങ്കിലോ
ഒപ്പം നോക്കിയോ അതെ അവരൊക്കെ എങ്ങനെയാണ് വെക്കുന്നത് ആ വസ്ത്രന്റെ സുന്നത്ത് പറഞ്ഞാണ് ഞാൻ അതിന്റെ രൂപം പറഞ്ഞാണ് സാധാരണ എല്ലാവരും എല്ലാം കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒന്നുണ്ടാക്കാൻ ഒരാൾ വഴി ഇവിടെ ഒന്നും അങ്ങനെ ഒരിക്കലുമില്ല നമ്മുടെ ജീവിതകാലത്ത് വിളിക്കുമ്പോ അങ്ങനെ ചെയ്യല് ഫസ്റ്റില് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ രൂപ ഞാൻ പറഞ്ഞില്ലേ അതായത് പ്രശ്നം ഇതൊക്കെ കഴിഞ്ഞ ശേഷം അതെ ആ ഒതു മതി ഒറ്റ ഒതു ഫസ്റ്റ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അതെ ആ ഈ ശുദ്ധീകരണം അപ്പോ ഏതായത് ബ്രഷ് അവർക്ക് മനോഹരം ഇത്തരം കാര്യങ്ങളൊക്കെ അതൊക്കെ ആദ്യം ചെയ്തിട്ട് പിന്നെ ഒതു എടുത്തു കൊടുത്തിട്ടാണ് കുളിപ്പിക്കൽ തുടങ്ങുന്നത് പിന്നെ തല കഴുകലും കാരണം നമ്മൾ ഒതുവിന്റെ മുമ്പ് കുളിന്റെ മുമ്പല്ലേ സുന്നത്തെ ഒതു കൊടുക്കല് നമ്മൾ നിർത്തുന്ന കുളി സുന്നത്തെ എപ്പോഴാണ് പറയുന്നത് ഒതു ചെയ്യൽ എപ്പോഴാണ് ഫസ്റ്റ് അല്ലേ പറയുന്നത് ഇപ്പൊ നമ്മളെ ബ്രഷ് ചെയ്യാൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും കുളിക്കാൻ നിൽക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഒതു കൊടുക്കും അപ്പൊ അത് ഒതു എന്താ അപ്പൊ ഒതു എന്താണ് കുളിക്ക് സുന്നത്തായ ഒതാണ് ഫർദാ കൊടുക്കണേ അല്ല കുളിക്ക് വേണ്ടി സുന്നത്തായ ഒതുവിനെ ഞാൻ ചെയ്യുന്നു പറഞ്ഞിട്ടാണ് നിങ്ങൾ നോക്കി എടുക്കേണ്ടത് കുളിപ്പിക്ക സുന്നത്തായ ഒതുവാണ് പക്ഷെ മയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ നിങ്ങൾ ഫർദാ കൊടുക്കും ഞാൻ ഒറ്റ ഒന്നുള്ളൂ അതുകൊണ്ട് മരണശേഷം പിന്നെ ശരീരത്തിൽ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല ഇപ്പൊ നമ്മള് പറഞ്ഞ കുളിപ്പിച്ചവിടെ ചീർപ്പ് വാരാനല്ലേ അതുപോലെ മുട്ടതാണ് അഥവാ ഒരു മുടി എങ്ങാനും എങ്ങനെയും പോകുന്ന നമ്മുടെ കണ്ണിൽ പെട്ടാൽ കാണാത്തിന് നമ്മൾ വെച്ചിക്കാരല്ല കണ്ടാൽ അതെന്ത് ചെയ്യണം മുടിയിൽ അപ്പൊ ശരീരത്തിന് ഒപ്പാത്തിന് ശേഷം ശരീരത്തിന് എന്തില്ല ഒന്നും നീക്കം ചെയ്യുന്നില്ല നമുക്കൊന്നല്ല അപ്പൊ ഇങ്ങനെ പാടുകൊണ്ടാണ് അപ്പൊ നമ്മൾ കുട്ടി മരിച്ചാണ് അത് അയാള് കുട്ടിക്കാൻ മുടി വാരണം ഈ മുടി വാരാന്ന് പറഞ്ഞപ്പോ മൈനത്തിന്റെ സാധനങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടാകും ചെറുപ്പായിട്ട് വെക്കണില്ല പക്ഷെ നമ്മൾ പുറത്തുനിന്ന് ചേർത്ത് കൊണ്ടുവരുമ്പോൾ അത് ഉപയോഗിച്ചതാണ് അപ്പൊ ഈ പൊട്ടിച്ച മയത്തിന്റെ ശുദ്ധീകരിക്കണം അല്ലെങ്കിൽ പുറത്ത് ഉപയോഗിച്ച് ചെറുപ്പ് കുഴപ്പമില്ല പല്ല് ഇടവുള്ളതെന്ന് അറിയണം പല്ല് ഇടവുള്ളത് ആ ചെറുപ്പ് നമ്മൾ അത് നിർത്തി കഴുകി വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ ചെയ്യരുത് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ തരും പ്രാവർത്തികമായി ചെയ്ത് പഠിക്കാന്നുള്ളതും ചെയ്ത് പരിശീലിക്കാണ്ട് അതിന് സംശയം ചെയ്യുന്നത് അവസ്ഥാമാരെ ഉപയോഗപ്പെടുത്തിയാൽ മതി പറഞ്ഞു കൊടുക്കുക നമ്മൾ ഭയങ്കര ചെയ്തൊക്കെ അവർ പറഞ്ഞു തരാൻ നിങ്ങൾ ചെയ്യുക അങ്ങനെ ചെയ്ത് അങ്ങനെ ഒന്നോ രണ്ടോ ചെയ്താൽ പിന്നെ നമുക്ക് രണ്ടു മൂന്നൊക്കെ കുറിച്ച് കുറെ അകലെ മാസങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ കുറെ അങ്ങനെയൊക്കെ വരുമ്പോഴുള്ള എന്തെങ്കിലും സംശയം ഉണ്ടാവില്ല സംശയം ഉസ്താമാർ ആരും ഉണ്ടാവുമല്ലോ ചോദിച്ചിട്ട് തന്നെ ചെയ്താൽ മതി ശരിക്കും തെറ്റായിരുന്നു എന്തെങ്കിലും നിങ്ങൾക്ക് ശരി എന്താ അപ്പൊ ഇങ്ങനെ കൂടുതലായിട്ട് കുറിച്ചും വൈദ്യുതി കപ്പൽ നിസ്കാരം നമുക്ക് അറിയാമല്ലോ അതുകൊണ്ട് വിശദീകരിക്കേണ്ടതില്ല സർവായ നിസ്കാരം സാധാരണ നിർവഹിക്കുന്നത് പോലെ നിസ്കാരം അതിൽ പിന്നെ ശ്രദ്ധിക്കേണ്ട എന്താണ് നാട്ടില് ഹാജരായ മയ്യത്താവുമ്പോൾ മയ്യത്തിന്റെ പിന്നിലാണ് നിൽക്കേണ്ടത് അതൊന്ന് പിന്നെ അതിനെ മയ്യത്ത് ശുദ്ധി മുൻകടക്കുക അതായത് കുളിപ്പിച്ച ശേഷം മയ്യത്ത് കുളിപ്പിക്കാൻ നിസ്കരിക്കാൻ പറ്റുള്ളൂ അതൊന്ന് പിന്നെ അഭിപ്രായമായിട്ടാണെങ്കിലും ശുദ്ധീകരണം എന്നിട്ടായിട്ട് കുളിപ്പിക്കാൻ പറ്റുള്ളൂ അല്ല നിസ്കരിക്കാൻ പറ്റുള്ളൂ പിന്നെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് വൈദ്യുതി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് കൊണ്ടുപോകേണ്ടത് ചുമന്ന് കൊണ്ടുപോകുക ചുമന്ന് കൊണ്ടുപോകുന്ന സമയത്ത് പിന്നെ ലായിലുള്ള ചൊല്ലല് സുന്നത്തിന് ദിക്ർ ചൊല്ലൽ ഒന്ന് മറ്റു സംസാരങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റൊന്ന് പിന്നെ മയ്യത്തിന്റെ ഒപ്പം പോണ ആളുകൾ ഏറ്റവും പ്രധാനം മുമ്പിലടക്കാനാണ് ഏറ്റവും മുമ്പിലടക്കാൻ കുറേ മുമ്പിലല്ല മയ്യത്തിനോട് അടുത്ത് അത് ഇങ്ങനെ കാണുന്ന രീതിയിൽ നിന്നാണ് അത് നോക്കിയാൽ കാണാൻ കഴിയില്ല ആ രീതിയിൽ അത്ര അകലെ ഒരുപാട് മുമ്പേ പറ്റില്ല ഒറ്റ മയത്തിനെ നടത്താൻ ബുദ്ധിമുട്ടിലാകാൻ പറ്റുന്ന അപ്പോൾ കൂടുതൽ ആളുകൾ നമ്മൾ നടക്കേണ്ടതും മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മുമ്പിൽ നടക്കലാണ് സുന്നത്ത് കാരണം റസൂലുള്ളാഹിയും സഹാബത്തും ഒക്കെ അങ്ങനെയാണ് സുസദാസമാങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ഇവരൊക്കെ ജനാസ കൊണ്ടുപോകുമ്പോൾ ജനാസയുടെ മുമ്പിൽ നടന്നിട്ടാണ് അപ്പൊ ജനാസയുടെ മുമ്പിലോ ഒപ്പമോ അങ്ങനെ ഏറ്റവും അടുത്ത് വന്നല്ല
ആൾക്കാർ കൂടുതൽ തീവ്രം ആൾക്കാരറിയോ വണ്ടി പോണോ എന്താ അറിയോ ഇപ്പൊ തിരിച്ചറിയത് വണ്ടി പോണ മുമ്പ് പോയിട്ടും ബാക്കിയുള്ളവർ ഇങ്ങനെ വെക്കണം. ഇപ്പൊ സാഹചര്യത്തിനനുസരിച്ചാണ് സുന്നത്തിൽ മാത്രമല്ല മറ്റേത് നമ്മൾ മൈയത്തിനെ കൊണ്ടുപോകാൻ നടത്തി നമ്മൾ ഏറ്റിങ്ങനെ കൊണ്ടുപോകണം അല്ലേ സുന്നത്ത വണ്ടി കൊണ്ടാൻ പാടില്ല ഇന്നത്തെ കാലത്ത് കൊണ്ടു വന്നില്ല നമ്മുടെ ആളുകളുടെ ഈമാന്റെ കുറവാണ് അതൊക്കെ താങ്ങി കൊണ്ടുപോകാൻ ആളില്ല അല്ലെങ്കിൽ കുറച്ച് ദൂരെ നടക്കാൻ കഴിയില്ല അങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ കബർസ്ഥാൻ സാഹചര്യമാണെങ്കിൽ ഉപയോഗിക്കണം. അതാണ് സംഭവിക്കുന്നത്. അതെന്താ വെച്ചാൽ പഴയ ആൾക്കാർ പറഞ്ഞാല് ഇവിടുന്നൊക്കെ മയ്യത്ത് കൊണ്ടുവരുന്നു പയ്യനാട് കൊണ്ടുവരുന്നു. പയ്യനാട് കബർസ്ഥാനാണ് ആദ്യം. നമ്മളെ ഭാഗത്തുനിന്നൊക്കെ പെരിന്തൽമണ്ണ മറ്റേ പുത്തനങ്ങാടി കബർസ്ഥാനം അവിടെ കുറെ ആൾക്കാർ ഒരു കാലത്ത് അങ്ങനെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അതിന് എത്ര സമയം എടുത്ത് വരും നടന്നാലും പോവുക. അതാണ് വന്നിട്ട് കഞ്ഞി വെച്ചെടുക്കാന്ന് പറയുന്നത്. വന്ന് കഞ്ഞി വെച്ചിലൊക്കെ അങ്ങനെ ഉണ്ടായതാണ്. അല്ല അതിൽ ഇത് അതൊന്നല്ല. കാരണം ഇപ്പൊ പോയി നടന്ന് എത്ര സമയം പോയിട്ട് വരുന്നത് അതാണ്. അപ്പൊ അങ്ങനെ ചെയ്തെന്ന് വന്ന ആളുകൾക്ക് ആരോഗ്യം ഈമാനാണ് മെയിൻ ആരോഗ്യം എന്ന് പറയുന്നത്. കേട്ടോ ഈമാനുള്ളവർക്ക് ആരോഗ്യം ഉണ്ടാവുക. ഈമാനാണ് മെയിൻ ആരോഗ്യം. കൊറോണ വന്ന പിന്നെ ആൾക്കാർക്ക് അടുത്താണെങ്കിൽ വണ്ടി കൊണ്ട് അങ്ങനത്തെ അവസ്ഥയാണ് നിങ്ങളത്. നമ്മളാണെങ്കിൽ കുറെ മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ഒത്തിരി തന്നെ മാത്രമേ കൂടുതൽ വണ്ടി നമ്മൾ വെക്കൂല നമ്മൾ അത് വെക്കൂല ഒരു വിധമൊക്കെ നടന്നെ കൊടുക്കുക. നമ്മൾ വാപ്പാടെ പറഞ്ഞാൽ സമയം ഒന്ന് വൈകി രാത്രിക്കാണ്. അതുപോലെ ഒരു കുട്ടി മദ്രാസിലോ നമ്മൾ മരുന്നിന്റെ ശേഷമാണ് പറഞ്ഞു ചെയ്തത്. എന്നിട്ടും ഞങ്ങൾ എന്ത് ചെയ്തു കുറച്ചിനുള്ളിൽ പോകാൻ എന്നാലും കൂടിയിട്ട് നടന്നെ പോയത്. അപ്പോൾ നടന്നു പോയത് ഇങ്ങനെ കുറച്ച് ഷോർട്ട് വഴിയുണ്ട്. ഒരു സ്ഥലമായിട്ടൊക്കെ വേറെ പുസ്തകം പറഞ്ഞു. പിന്നെ വയത്ത് കൊണ്ടുപോണത് നടന്നാ പോണത് ഇങ്ങനെ മെയിൻ റോഡ് കൂടി മേലെ കൂടി നടന്നാ പോണത് എല്ലാവരും അതിനെ നടക്കേണ്ടതായിരുന്നു. ഒറ്റ കുട്ടി തന്നെ പോയതായിരുന്നു. അങ്ങനെ തന്നെ പോയത്. അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കണം അങ്ങനെ ചെയ്യിപ്പിക്കണം. ശരിയല്ല നല്ലത് എപ്പോഴും മുമ്പിലാണ്. പറഞ്ഞാൽ ശ്രദ്ധിക്കുക. അങ്ങനെ ബാക്കിൽ പോകേണ്ട ആൾക്കാരാണ് വാഹനത്തിൽ പോകുന്നത്. തബലങ്ങനെ പറയും മയത്തിന് ചുമന്ന് കൊണ്ടുപോകുമ്പോൾ മയത്തിന്റെ കൂടെ പോകുന്ന അനുഗമിക്കുന്ന ആളുകൾ പിന്നെ നടന്നു പോകുന്നവർ മുമ്പിലും വാഹനത്തിൽ പോകുന്നവർ ബാക്കിലും. അങ്ങനെ തന്നെ കിതാബിലുണ്ട്. ഈ മറവ് ചെയ്യുന്നത് പകലോ രാത്രിയും എല്ലാം വ്യത്യാസമാണ്. അങ്ങനെയൊന്നുമില്ല. രാത്രി പകല് പിന്നെ ചെയ്യാം, രാത്രിയും ചെയ്യാം. രാത്രി ചെയ്യല് പകൽ ചെയ്യുന്നതാണ്. പിന്നെ ചില ആളുകളുടെ ചില പണ്ഡിതന്മാരുടെ ചില അഭിപ്രായങ്ങളുണ്ട് അതിൽ പകലാണെന്ന്. പക്ഷെ സാഹചര്യങ്ങള് രാത്രിക്കാണ് അനുകൂലം അല്ലെങ്കിൽ രാത്രി കുഴപ്പമൊന്നുമില്ല. അപ്പോ പിന്നെ മാബിയൊക്കെ എന്ത് ചെയ്തിരുന്നു, എന്റെ രാത്രി ചെയ്താൽ മതി വസിയത്തിന് എഴുതുന്നത്. മുപ്പത്തിരണ്ടാം സൂക്ഷ്മ പറയുന്നത്. പിന്നെ അതുപോലെ ആളുകള് പകല് രാത്രി അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അതായത് സാഹചര്യം കൊടുത്ത് അല്ലെങ്കിൽ സൗകര്യം അങ്ങനെ ചെയ്യാം. പക്ഷെ ഏറ്റവും ഉത്തമം ചില അഭിപ്രായങ്ങളുണ്ട് പണ്ഡിതന്മാരിൽ. ചില ആളുകൾ പിന്നെ ചില വസ്തുതയിൽ പറഞ്ഞിട്ടുണ്ട് എന്ത് പകലിൽ ചെയ്ത് ഉത്തമമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാർ പറയും രാത്രി മറവ് ചെയ്യാൻ പാടില്ല പകരം പഴയ കാലത്തൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു. ചിലര് വേണ്ടെന്നല്ലോ രാത്രി മറയിട്ട് കഴിഞ്ഞാൽ അവർ എന്ത് വൃത്തിയിലാവും. നമ്മളേത് വെളിച്ചുണ്ടെങ്കിൽ വെളിച്ചുണ്ടാവും അല്ലെങ്കിലോ ശരിയാണ്. അങ്ങനെയാണ് ആൾക്കാർ പറയാം. എവിടെ കൂടുതൽ വെച്ചാൽ എന്തിട്ട് വെളിച്ചായിട്ടുള്ളത്. അത് നട്ടുച്ചൊക്കെ വെച്ചാലും ശരി നട്ടപ്പാലൊക്കെ വെച്ചാലും എവിടെയൊക്കെ വെളിച്ചല്ലോ. ഇതെന്തെങ്കിലും ബന്ധപ്പെട്ട് ഇത് സംശയങ്ങളുടെ ചോദിക്കുന്ന ചർച്ച ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഇപ്പൊ ചെയ്യാൻ പ്രധാന ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പൊ മയത്ത് കബറിലേക്ക് വെക്കുമ്പോൾ അത് പറഞ്ഞാൽ കബർ കുഴിക്കാനുള്ള ആൾക്കാരായിട്ട് നിയോഗിക്കപ്പെട്ട് നമ്മളാരുടെ കാര്യം പറഞ്ഞാൽ പോലെ ശരിക്കും ആർക്കും പറഞ്ഞ ഈ കാര്യങ്ങളിൽ പറഞ്ഞിരിക്കാം ഇതാർക്കും ചെയ്യാം. അതായത് ഒരാൾ മരിച്ചാൽ മരണം ജീവിക്കുക, കഫൻ ചെയ്യുക, നിസ്കരിക്കുക പറഞ്ഞു പാടോ. ഈ 4 കാര്യം എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ്. പക്ഷെ പിന്നെ നമ്മളെന്ത് ചെയ്യണം, അതിന് വേണ്ടി ചില ആളുകൾ നിയോഗിക്കപ്പെടും. പക്ഷെ നിയോഗിക്കപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിലും നമ്മൾ സഹായിക്കണമെങ്കിൽ സഹായിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. കബറിലേക്ക് ഇറക്കുന്ന സമയത്ത് മയത്തിന് എന്ത് ചെയ്യണം, പിന്നെ ഇറക്കുമ്പോൾ നമ്മളിങ്ങനെ 4 ഭാഗമാണ് വസ്ത്രം ഇറക്കേണ്ടത്. അങ്ങനെ ഇറക്കുമ്പോൾ മൈദെവിടെയും ഒരുപാട് ദിവസം കുടിക്കാൻ താങ്ങാൻ ഒരു കബറിൽ ആളിറക്കി കൊടുക്കുന്നതും അതൊക്കെ നല്ലതാണ്. ഈ
തലമണ്ണ് മാത്രം വെച്ചപ്പോൾ ഇതുമാതിരി വാശി മയ്യത്ത് ഇറക്കുമ്പോൾ മയ്യത്ത് വീട്ടിൽ നിന്ന് ഇറക്കുകയാണ് പള്ളിയത്. പള്ളിയൊക്കെ കൊണ്ടുപോയി പറയാം തലമാങ്ങനെ പുറത്ത് കൊണ്ടുപോകണം. അപ്പൊ ഈ കൊണ്ടുപോയിട്ട് ഇങ്ങനെ തലമാങ്ങനെ പള്ളിയിൽ എത്തുമോ തിരിഞ്ഞ് മറിഞ്ഞ പോകണം. അപ്പൊ അതിന് ഈ തലമാങ്ങനെ നടക്കുന്ന പള്ളിയിൽ എത്തിച്ചാൽ പറ്റുമോ ഒരു ഭാഗം ഓരോ പ്രശ്നങ്ങളും ആവശ്യമില്ലാത്ത തലമാങ്ങനെ പൊന്നി കൊണ്ടാക്കണം. അതിങ്ങനെ ഇങ്ങനെ പള്ളിയിൽ പോകും. വീട്ടിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ തലയുടെ പുറത്തിറങ്ങാതെ അങ്ങനെ ചെയ്യരുത് ഒരാൾ. അല്ല വീട്ടിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ വീട്ടിൽ പുറത്തേക്ക് ഇറക്കുമ്പോൾ തല പുറത്തേക്ക് അങ്ങനെയാണ് ചിലർ ചെയ്യണത്. ഇവരാണ് ചെയ്യുന്നത്. പക്ഷെ ശരിക്കും വേണ്ട എങ്ങനെ വെച്ചാല് നമ്മൾ നടക്കുന്ന പോലെ തന്നെ നമ്മൾക്ക് നടക്കുന്ന കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ട് എല്ലാ അത് ആൾക്കാരുടെ നമ്മൾ പറഞ്ഞാലേ ഇച്ചിരി ഉൾക്കൊള്ളാനേ ഒരു സെബുർഭൂമിക്കാത്ത കാണുന്ന ആൾക്കാരത് വലിയൊരു തെറ്റായിട്ട് പിന്നെ അതിനെപ്പറ്റി നമ്മളെന്ത് ചെയ്യാൻ പ്രശ്നം കാണാതെ ഉണ്ടാതിരിക്കുക. എല്ലാവരും തല ആദ്യം അപ്പോഴും എല്ലായിടത്തും ഉണ്ട്. വീട്ടിൽ നിന്ന് ഉള്ളിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ തന്നെ പറഞ്ഞു ഈ തലമാങ്ങനെ പള്ളിയിൽ എത്തിച്ചാൽ പറ്റില്ല. തലമാ പള്ളിയിൽ എത്തിച്ചാൽ പറ്റും. അതൊന്നും നിർബന്ധത്തിൽ പെട്ടതല്ല. അങ്ങനെ ആ ഒരു മര്യാദയിൽ ഇങ്ങനെ ചെയ്യാനുള്ള അതായത് ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യാം. ഒന്നേ രൂപത്തിൽ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയ കാലാണല്ലേ കുഴപ്പമില്ല. പക്ഷേ ഇപ്പോഴത്തെ ആൾക്കാരോട് പറയാൻ ഇപ്പൊ എല്ലാവരും പറയും തല പുറത്തിറക്കുമ്പോൾ ആദ്യം പുറത്തിറക്കുന്ന പക്ഷെ ശരിക്കും ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ നമ്മള് നാളെ കാലണ്ടാക്കി പോകാം കാലണ്ടറിറങ്ങി പോകാം. അപ്പോ കാലണ്ടറിനെയാണ് ശരിക്കും ഇറക്കുന്നത്. അതപ്പോ പെട്ടെന്ന് പറയാൻ പറ്റൂല. അതിന് ചില മൂല്യന്മാരും എന്ത് ചെയ്യും അതിനിതാവും. അതാണ് പ്രശ്നം. പണ്ഡിതന്മാരങ്ങനെ ഇവിടെ അഭിനമാക്കളും ഉണ്ടാക്കുക ഭാരത എന്താ ചെയ്യാൻ ചെയ്തോട്ടെ. അതിന് വലിയ പ്രശ്നമൊന്നുമല്ലോ. കാരണം വലിയ തെറ്റൊന്നുമല്ലോ. കാലുണ്ടറിയാനും തലണ്ടറിയാനും ഒരു വലിയ ഗൗരവം തെറ്റല്ല. പിന്നെ അവിടെ ഒരു പ്രത്യേക ഒരു പുണ്യമല്ല, ഒരു നിർബന്ധ കാര്യം അങ്ങനെയൊന്നുമില്ലല്ലോ. പിന്നെ അതൊരു ജായസിന് പെട്ടെന്ന് അപ്പൊ അതിന് വലിയ എന്താണ്ട ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട. ചെറുപ്പക്കാരൊക്കെ എന്തിനാണെന്നറിയോ ഈ വിഷയത്തിന് മുന്നിട്ട് വരണോ താല്പര്യപൂർവ്വം. അപ്പൊ ഏത് സമയത്തും ആർക്കും സംഭവിച്ചു. എന്നാലും അതല്ല ഒന്നും കൂടി നമ്മൾ എന്തെങ്കിലും പഠിച്ചിട്ട് ഇവരെ കൂട്ടിയിട്ട് നമ്മളെ കൂട്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കണം. അത് നമ്മുടെ നാട്ടിൽ ആരെങ്കിലും സംഭവിച്ചാൽ നമ്മളെ നാട് സംഭവിച്ചാൽ നമ്മളെ ബന്ധപ്പെട്ട ആളുകളിൽ സംഭവിച്ചാൽ അവിടുന്ന് ആളെ വരട്ടെ ഇവിടുന്ന് ആളെ വരട്ടെ പോലെ ആ കാക്കാനെ അല്ലെങ്കിൽ താത്താനെ കാത്തിക്കാതെ നമ്മളെന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ താനെ ഉണ്ടാവും. പിന്നെ വലിയ വലിയ മൂത്താപ്പളാകുമ്പോൾ ഒക്കെ ഞാൻ എന്ത് ചെയ്യും കുടുംബത്തിൽ ചെല്ലും. ഞാൻ പറഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ള കൂട്ടം ഞാൻ പറഞ്ഞമാർ ചെയ്യാൻ അങ്ങനെ ചെയ്യാറ്. അല്ല അവിടെ വേറെ മൂലന്മാരെ തന്മാർ അല്ലെങ്കിൽ വേറെ ആ കാക്കട്ടെ ഈ കാക്കട്ടെ രണ്ട് ചെയ്യണമൊക്കെ കാലുണ്ട്. പക്ഷെ പോലെ ഞാൻ എന്ത് ചെയ്യില്ല അങ്ങനെ